وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. العلم حياة الإسلام وعماد الدين. صدق نبينا المصطفى محمد صلى الله عليه وسلم. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ സമിതി അംഗമായ ബഹുമാന്യരായ ഉസ്താദ് മുസ്ലിയാർ അവറുകളെ, പ്രൗഢമായ ഒരു പ്രഭാഷണം നിർവഹിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അയ്യൂബ് സഖാഫി, ഈ മഹത്തായ നിറഞ്ഞ സദസ്സിൽ സംഗമിച്ച മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ശ്രോതാക്കളെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകരായ സഹാത്ത് സാഹിബ്, അതുപോലെ നമ്മുടെ മാനു വെള്ളില തുടങ്ങിയ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സാലിഹായ ഒരു പ്രവർത്തനമായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ശൈഖുന സൈനുൽ ഉലമ തുർശീദ് ഉസ്താദ് നമ്മെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനു തന്നെ വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് നമ്മളോട് വിട വാങ്ങുകയില്ല. ആലിമിന്റെ മരണത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅ. അല്ലാഹു തആല ഇൽമിനെ ഒറ്റയടിക്ക് അടർത്തി എടുത്തുകൊണ്ടുപോകില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽം ബിഖബ്ദിൽ ഉലമാ. നമ്മുടെ കൂട്ടത്തിലുള്ള ആലിമീങ്ങൾ, ഉലമാക്കൾ, അവർ മരിക്കലോടുകൂടെ ആ ഉലമാക്കളുടെ ഇൽമ അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. പിന്നീട് നമുക്ക് നായകത്വവും നേതൃത്വവും വഹിക്കുവാൻ ഉലമാക്കൾ ആരും തന്നെ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ തനി ജാഹിലീങ്ങളായ ആളുകളെ നേതാക്കന്മാരാക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്താണ്? ആ ജാഹിലീകളായ നേതാക്കന്മാർ അവർ സ്വയം പിഴച്ചവരായിരിക്കും, ആളുകളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ആലിമിന്റെ മരണം എന്ന് പറയുന്നത്. മൗത്തുൽ ആലിമി സുൽമത്തുൽ ലാ തുസദ്ദു വമുസീബത്തുൽ ലാ തുജ്ബറു. മഹൽവചനങ്ങളിൽ കാണാം, ആലിമിന്റെ മരണം എന്ന് പറഞ്ഞാൽ അത് നികത്തപ്പെടാനാവാത്ത ഒരു ദുരന്തം, പരിഹരിക്കപ്പെടാനാവാത്ത മുസീബത്താണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ മരണത്തിലൂടെ ഈ ഉമ്മത്തിനുണ്ടായ മുസീബത്തിനെ അല്ലാഹു തആല പരിഹരിച്ച് യോഗ്യരായ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഈ സമുദായത്തിന്റെ ഉന്നമനം അല്ലാഹു തആല, ആ ഉന്നമനത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഒരു നോട്ടീസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സൈനുൽ ഉലമ അനുസ്മരണവും ആദർശ വിശദീകരണവും അതിന്റെ താഴെ എൻപി സംശയ നിവാരണത്തിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് നോട്ടീസിൽ ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാർ നൽകിയതായിട്ട് നമ്മളൊക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ ആ മൈക്കിന്റെ അവിടെ രണ്ട് കസേര, അവിടെ എക്സ്ട്രാ കസേര, ആ ഒരു പ്രവർത്തകരാരെങ്കിലും ഒരു കസേര ആ കസേരയിൽ ഇരിക്കേണ്ടത് ശ്രോതാക്കളായിട്ടുള്ള ആളുകളല്ല. ഒരു കസേരയും കൂടി ഇനി ഒറ്റയ്ക്ക് വന്നിരുന്ന് ചില ആളുകൾക്ക് രണ്ടാളുകൾ കൂടി സംശയം ചോദിക്കുമ്പോഴായിരിക്കും വിഷയങ്ങളൊക്കെ വിശദമായി ചോദിക്കാൻ പറ്റുക. ഇവിടെ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പ്രസംഗിച്ചതിലോ അതല്ലെങ്കിൽ ഇനി ഞാനിവിടെ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോ അതല്ലെങ്കിൽ അതല്ലാത്ത വേറെന്തെങ്കിലും വിഷയത്തിലോ
ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെയോ അതല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയോ ആശയാദർശങ്ങളെ സംബന്ധിച്ച് ആർക്ക് സംശയമുണ്ടെങ്കിലും, ആർക്കെന്ന് പറഞ്ഞാൽ ഈ സംശയാലുക്കളായ ആളുകളുണ്ടല്ലോ, മുജാഹിദിന്റെയൊക്കെ പ്രവർത്തകന്മാർ, അവർക്ക് അവിടെ വന്നിരിക്കാം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയാം. അയാൾക്ക് ഒരു ചോദ്യം കൊണ്ട് മതിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും ചോദിക്കാം. ഒരാളുടെ ഒരു സംശയം തീരാനാവശ്യമായ എത്ര ചോദ്യം ചോദിക്കാനും അയാൾക്ക് അനുമതിയുണ്ട്. ഇവിടെ പ്രത്യേകിച്ചുള്ള നിബന്ധനകളോ അതല്ലെങ്കിൽ പ്രത്യേകമായ ലിമിറ്റേഷനുകളോ ഒന്നുമില്ല. ഏതും ചോദിക്കാം. നബിദിനാഘോഷ സംബന്ധമായിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഔലിയാക്കളെ സംബന്ധിച്ച് ചോദിക്കാം, അമ്പിയാക്കളെ സംബന്ധിച്ച് ചോദിക്കാം. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് ചോദിക്കാം. എത്രയും ചോദിക്കാം. ഇതൊരു വാശിയുടെയോ വക്കാലത്തിന്റെയോ സദസ്സല്ല. ഒരു വിഭാഗത്തെ പരസ്യമായി ജനമധ്യത്തിലിട്ടുകൊണ്ട് താറടിച്ച് കാണിക്കുന്ന മുജാഹിദുകളുടെ ഏർപ്പാടല്ല ഇവിടെയുള്ളത്. ഇവിടെ സുതാര്യമായ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങളല്ല, നേർക്കുനേരെ ചോദിക്കാൻ ആണത്തം പ്രകടിപ്പിക്കാണ്. ഈ ആണാകുക എന്ന് പറഞ്ഞാലേ കേവലം ശാരീരികമല്ല. ആണാകുക എന്ന് പറഞ്ഞാൽ ആർജവത്വം കാണിക്കുമ്പോഴാണ് ആണത്വം എന്ന് പറയുന്നത്. അത് നേർക്കുനേരെ ചോദിക്കണം. ഇത് ആളും പാളും ഇല്ലാത്ത, നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ ആളും പാളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു എഴുത്തേറ്റ് അതല്ല വേണ്ടത്. മറിച്ച് നേർക്കുനേരെ ചോദിക്കാനുള്ള മൈക്ക് അവിടെ നമ്മുടെ ഓപ്പറേറ്റർമാരുടെ കയ്യിലുണ്ട്. അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ഇതൊരു സുവർണാവസരമാണെന്ന് മനസ്സിലാക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ സഹാബത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന ഒരു പുകമറയാണ് മുജാഹിദിന്റെ ആളുകൾ സാധാരണ നടത്തുന്നത്. സഹാബത്തിന്റെ ആളുകളാണ് ഞങ്ങൾ. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, സഹാബത്തിന്റെ ആളുകളാണ് ഞങ്ങൾ. ഇത് പറയാൻ കേരളത്തിലെ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമുള്ള ഒരൊറ്റ മുജാഹിദിന് അവകാശമില്ല. ഞങ്ങൾ സഹാബത്തിന്റെ ആളുകളാണെന്ന് പറയാൻ മിണ്ടാൻ അവകാശമില്ല. ഞങ്ങൾ സഹാബത്തിന്റെ ആളുകളാണ്, സഹാബിമാർ ചെയ്തത് അനുവർത്തിക്കുന്നവരാണെന്ന് പറയാൻ കേരളത്തിലെ ഒരു മുജാഹിദ്, അത് ഏത് വിഭാഗം മുജാഹിദായാലും, ഇവിടെ പ്രസംഗിച്ചു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി, അയാൾ തിരൂരങ്ങാടിക്കാരനാണ്. അയാളിപ്പോ ഒരു മാസം മുമ്പ് മണ്ണാർക്കാടിനടുത്തുള്ള പള്ളിക്കുന്ന് സൗത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ? മുഹിയുദ്ദീൻ മാല അവർ ചൊന്നാ ബൈത്തിന്നും ബഹിജാ കിതാബിന്നും, അവർ ചൊന്ന ബൈത്തിന്നും ബഹിജ കിതാബിന്നും തക്മിലയിൽ നിന്നും ഒക്കെയാണ് മുഹിയുദ്ദീൻ മാലയെ ഞാൻ കോർത്തി നിൽക്കുന്നത് എന്ന് മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവായ മഹാനായ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനും സൂഫിവര്യനും ശരീഅത്തിന്റെയും തരീഖത്തിന്റെയും വാഹകരുമായിരുന്ന മഹാനായ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പൊ ആ പദ്യ ശകലം ഇയാൾ എടുത്തിട്ട് പറയാം, അവർ ചൊന്ന ബെയ്ത്ത്, ഇയാൾ ചൊന്ന ബെയ്ത്ത് അണ്ണാച്ചി ഉണ്ടാക്കിയതാണ് മുഹിയുദ്ദീൻ മാല. ഇയാൾ പള്ളിക്കുന്ന് സൗത്തിൽ പ്രസംഗിച്ചു, അണ്ണാച്ചി ഉണ്ടാക്കിയതാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒന്നുപോലും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ലാത്ത, ഒരാളെയും നോവിക്കാത്ത, ഒരാളെയും വേദനിപ്പിക്കാത്ത, സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി മരണം വരെ ജീവിച്ച് മരിച്ചുപോയ മഹാനായ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ടവരെ പറ്റി പറയണം അണ്ണാച്ചി. ഞങ്ങളവിടെ മറുപടിക്ക് ചെന്നു. പക്ഷെ ആ മൗലവി, അണ്ണാച്ചി മൗലവി നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മളപ്പോഴും നമ്മളെ മാന്യത സൂക്ഷിച്ചു. ഓ മൗലവി അണ്ണാച്ചി നമ്മൾ വിളിച്ചില്ല. നമുക്ക് അതിന്റെ ആവശ്യം
ഇവിടെ വന്നു പോയ മൗലവി മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവായ മഹാനായ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് അവരുടെ അണ്ണാച്ചി എന്ന് വിളിച്ചെങ്കിൽ എന്നാലും നിന്നെ ഞങ്ങൾ അണ്ണാച്ചി എന്ന് വിളിച്ചില്ല. അങ്ങനൊന്നും പ്രകോപിപ്പിച്ചാലൊന്നും മുഅ്മിനീങ്ങൾക്ക് വേദന, മുഅ്മിനീങ്ങൾ പ്രകോപിതരാവില്ല. കാരണം അതിനായിട്ടുള്ള ഇല്ല, കപ്പാസിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ വ്യക്തി അണ്ണാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖാദി മുഹമ്മദിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് കേരളത്തിലുടനീളം പ്രസംഗിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ കൂട്ടിലങ്ങാടി ചിലപ്പോൾ അണ്ണാച്ചിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഇയാള് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ജിന്നെ ജിന്നെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നിങ്ങനെ ആർത്ത് അട്ടഹസിച്ചാല് അത് ശിർക്കല്ല. ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന വാദക്കാരനാണ്. അതേ സമയത്ത് മഹാന്മാരോട് സഹായം ചോദിച്ചാലോ അത് ശിർക്കാണ്. മഹാന്മാരോട് സഹായം ചോദിച്ചാൽ ശിർക്കാണെന്നും ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല. അവരുടെ ഭാഷ എടുത്തിട്ടാ പറയുന്നത്. ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അവരുടെ നാവിലൂടെ അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ആ വാക്കെടുത്തുകൊണ്ട് ഞാൻ പറയാണ് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല. ചേക്കുട്ടിപ്പാപ്പാനോടോ ജിന്നിനോടോ ശൈത്താനോടോ പ്രാർത്ഥിച്ചാൽ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദിൽ നിന്ന് ആറ്റി പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഇയാള് എന്ന് സാന്ദർഭികമായിട്ട് അറിയാത്ത ആളുകളെങ്കിലും മനസ്സിലാക്കും. ഇനി ഞാൻ ആ പറഞ്ഞതിലെ ആ പേര് സംശയം അതും ചോദിക്കട്ടോ. ഞാനിപ്പൊ പറഞ്ഞതിൽ ഞങ്ങളെപ്പറ്റി ഒരു വേണ്ടാത്ത ആരോപണമാണ് ഇവിടെ പറഞ്ഞത് എന്തെങ്കിലും അതിലൊരു സംശയം ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാതെ നേർക്ക് നേരെ വന്നിരുന്ന് ചോദിക്കാം. ഒരു കുഴപ്പമില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വഹാബത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയാൻ ഇവർക്ക് അവകാശം ഇല്ല. എന്തുകൊണ്ടില്ല? മുജാഹിദ് വിഭാഗത്തിന്റെ അപ്പോസ്തലനും ആചാര്യനും അവർക്കൊരിക്കലും തള്ളിപ്പറയാൻ പറ്റാത്ത അവരുടെ നേതാവാണ് KP മുഹമ്മദ് ബിൻ അഹ്മദ് എന്ന് പറയുന്നത്. ആ KP മുഹമ്മദ് ബിൻ അഹ്മദ് മുജാഹിദ് വിഭാഗത്തിന്റെ കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി മരിച്ചുപോയ ആളാണ്. അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ എന്ന ഞാനത് വണ്ടിയിൽ നിന്ന് എടുക്കാൻ ഇവിടെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ 2 സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്. 100-ാമത്തെ പേജിലും 72-ാമത്തെ പേജിലും പറയുന്നുണ്ട് സ്വഹാബത്തിന്റെ പ്രവർത്തനം ദീനിൽ തെളിവല്ല. സ്വഹാബത്തിന്റെ പ്രവർത്തനം ദീനിൽ തെളിവല്ല. സ്വഹാബത്തിന്റെ പ്രവർത്തനം ദീനിൽ തെളിവല്ല എന്ന് മുജാഹിദ് വിഭാഗം ഇത്രയും കാലം പറഞ്ഞ് നടന്ന് പ്രചരിപ്പിച്ച മനുഷ്യന്മാരാണ്. ഇതൊന്നും ആളുകൾ മറന്നുപോല. ഇതൊക്കെ രേഖയാക്കപ്പെട്ടു, പുസ്തകത്തിൽ എഴുതി വെക്കപ്പെട്ടു. നിങ്ങൾ നാടുനീളെ ഇത് പ്രചരിപ്പിച്ചു. ഇതെന്തിനു വേണ്ടി അവർ പറഞ്ഞതെന്നറിയോ? നമ്മൾ ചോദിച്ചു, വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ, ആ ജുമുഅ ഖുതുബ അറബി ഭാഷയിൽ മാത്രമാണ് സഹാബിമാർ നിർവഹിച്ചത്. അത് അറബി നാടുകളിൽ മാത്രമല്ല, അനറബി നാടുകളിൽ ചെന്നിട്ട് അവിടെയുള്ള മഹല്ലുകളിൽ തുടങ്ങിയ ജുമുഅകളിൽ നിർവഹിക്കപ്പെട്ട ഖുതുബകളിൽ അവർ ഉപയോഗിച്ച ഭാഷ അറബി ഭാഷയായിരുന്നു. അറബി ഭാഷയിലുള്ള മനോഹരമായ ഖുതുബ, ആ ഖുതുബ കേൾക്കുവാൻ വേണ്ടി ആ നാട്ടുകാരാ പള്ളിയിൽ ഒരുമിച്ചുകൂടി. ആരാണ് ഖുതുബ ഓതിയത്? സഹാബിമാർ, താബിഈങ്ങൾ. 1300 കൊല്ലത്തെ 13 നൂറ്റാണ്ട് കാലത്തെ ലോക മുസ്ലിമീങ്ങളുടെ മുഴുവൻ പള്ളികളിലും അറബി ഭാഷയിലാണ് ഖുതുബ ഓതിയത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അവരതിന് കൊടുത്ത മറുപടി എന്താണ്? സ്വഹാബിമാർ ദീനിൽ തെളിവല്ല. സ്വഹാബിമാർ ദീനിൽ തെളിവല്ല. അതുകൊണ്ട് സ്വഹാബത്തിന്റെ പ്രവർത്തനത്തെ ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ ചോദിക്കാണ്, നബിദിനാഘോഷം സ്വഹാബത്ത് നടത്തിയിട്ടുണ്ടോ? ഈ വൈരുദ്ധ്യം ഇത് ജനങ്ങൾക്ക് മനസ്സിലാകും.
നിങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ആദ്യം അത് പറയണം. മുജാഹിദേ, നിങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജുമുഅ ഖുതുബ അറബിയിലാക്കാൻ തയ്യാറാകുമോ? രണ്ടാമത്തെ ചോദ്യം. മാത്രമല്ല, സഹാബിമാരുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അയ്യൂബ് സഖാഫിയോട് വിശദീകരിച്ചു. ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒരു സഹാബി, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയുടെ ഏറ്റവും പ്രസിദ്ധനായ സഹാബിയല്ലേ? നബിയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം 4000-ത്തിലധികം ഹദീസുകൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും ശ്രേഷ്ഠനായ സഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം എത്ര തസ്ബീഹ ചൊല്ലാറുള്ളത് എന്നറിയും? കൂട്ടിലങ്ങാടിക്കാർക്ക് അറിയത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം എത്ര തസ്ബീഹാണ് ചൊല്ലുക എന്ന് ചൊല്ലാറുണ്ടായിരുന്നത് എന്ന് കൂട്ടിലങ്ങാടിക്കാർക്ക് അറിയുമോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000 തസ്ബീഹുകൾ ചൊല്ലാറുണ്ടായിരുന്നു. 12,000 തസ്ബീഹുകൾ. ആരാണിത് പറയുന്നത്? ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറയാണ്, വഅഖ്റജ ഇബ്നു സഈദ് ബിസനദിൻ സ്വഹീഹ്, സഹീഹായ പരമ്പരയിലൂടെ മഹാനായ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അൻ ഇക്രിമത, ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന അബൂ ഹുറൈറത, തീർച്ചയായും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാന യുസബ്ബിഹു കുല്ല യൗമിൻ, ഓരോ ദിവസവും തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു. 12,000 തസ്ബീഹ, 12,000 തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, നിഷ്പക്ഷതയോടുകൂടി വീക്ഷിക്കുന്ന, കാര്യങ്ങൾ വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ, അത് ജിന്നിന്റെ ആളാവട്ടെ അല്ലെങ്കിൽ ജിന്നിന്റെ ആളല്ലാത്തവനാവട്ടെ, ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ അവൻ പറയുമോ ഇങ്ങനെ 12,000 തസ്ബീഹ് ചൊല്ലാൻ പറ്റും അല്ലെങ്കിൽ പറ്റൂല? ഇവിടെ മുജാഹിദിന്റെ അഭിപ്രായം എന്താണ്? 12,000 തസ്ബീഹ് ചൊല്ലുന്നത് ബിദ്അത്താണോ അല്ലയോ? നിങ്ങൾ പറയണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 12,000 തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു കുല്ലയൗമി, എല്ലാ ദിവസവും. ഞാൻ ചോദിക്കട്ടെ മുജാഹിദേ, നിങ്ങളുടെ വാദം എന്താണ്? അത്രത്തോനെ തസ്ബീഹ് എല്ലാം പാടില്ല എന്നല്ലേ? അത്രത്തോനെ തസ്ബീഹ് എല്ലാം പാടില്ല, അത്രയധികം തഹ്ലീൽ ചൊല്ലാൻ പാടില്ല, അത്രയധികം ദിക്ർ ചൊല്ലാൻ പാടില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? അങ്ങനെ ചൊല്ലിയാൽ നരകത്തിൽ പോകുമെന്നല്ലേ? നിങ്ങൾക്ക് സ്വഹാബത്തിനെ അവലംബിക്കാൻ സാധിക്കുമോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് നിങ്ങൾക്കെതിരാണ്, സ്വഹാബത്ത് നിങ്ങൾക്കെതിരാണ്, ഖുർആൻ നിങ്ങൾക്കെതിരാണ്, ഹദീസ് നിങ്ങൾക്കെതിരാണ്. ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു തആല സൂറത്തുൽ മുംതഹിനയുടെ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൂ ഖൗമൻ ഗദിബല്ലാഹു അലൈഹിം ഖദ് യഇസൂ മിനൽ ആഖിറ കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായ ജനതയോട് സഹകരിച്ചു പോകരുതേ. എന്തുകൊണ്ടെന്നാൽ ഖദ് യഇസൂ മിനൽ ആഖിറ, അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല, അവർ പരലോകത്തെ തൊട്ട് നിരാശരായിരിക്കുന്നു. ഏതുപോലെ എന്നാൽ കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. ശരിക്കും മനസ്സിലാക്കണം, കാഫിരീങ്ങൾക്ക് ഖബറാളികളെ തൊട്ട് നിരാശരായതുപോലെ. എന്താ അതിനർത്ഥം? സൂറത്തുൽ മുംതഹിന ആകെ 13 ആയത്താണ് അതിലുള്ളത്. ആ സൂറത്തുൽ മുംതഹിനയുടെ 13 ആയത്തുകളിൽ നിന്ന് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാ, യഇസൽ കുഫാർ മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളികളിൽ നിന്ന് കാഫിരീങ്ങൾക്ക് നിരാശയാണുള്ളത്. മുജാഹിദ് എന്താ പറയുന്നത്?
മുജാഹിദുകൾ പറയുന്നു ഖബറാളികളിൽ നിന്ന് വല്ല ഖൈറും പ്രതീക്ഷിക്കുന്നത്, ഖബറാളികളിൽ നിന്ന് ഖൈർ പ്രതീക്ഷിക്കുന്നവൻ കാഫിറാണ്. ഖുർആൻ പറയുകയാണ് ഖബറാളികളിൽ നിന്ന് ഖൈർ പ്രതീക്ഷയില്ലാത്തവൻ കാഫിറാണ്. ഏതാ ശരി? ഖുർആൻ പറയുകയാണ് ഖബറാളികളിൽ നിന്ന് ഖൈർ പ്രതീക്ഷയില്ലാത്തവനാണ് കാഫിർ. മുജാഹിദ് പറയുകയാണ് ഖബറാളികളിൽ നിന്ന് വല്ല ഖൈറും പ്രതീക്ഷിക്കുന്നവനാണ് കാഫിർ. ഏതാ ശരി? ഏതാണ് ശരി? ഖുർആൻ പറഞ്ഞതാണോ ശരി? മുജാഹിദ് പറയുന്നതാണോ ശരി? അതുകൊണ്ടല്ലേ മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു വലിയ സ്വഹാബിയല്ലേ? ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് സങ്കടം ബോധിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നിൽ നിന്നൊരു വിളിയാണ്. ആരാണ് വിളിക്കുന്നത്? അന്നത്തെ മദീനയുടെ ഭരണാധികാരിയായി നിയമിക്കപ്പെട്ട മർവാൻ ഇബ്നുൽ ഹകം. അയാൾ വന്നുകൊണ്ട് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അത്തഇലമു മാദാ തസ്നഉ, ഓ അബൂ അയ്യൂബ് അൽ അൻസാരി, നീ എന്താണ്, താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് താങ്കൾക്കറിയുമോ? ആ സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി പറഞ്ഞ മറുപടിക്ക് മുജാഹിദിന് അംഗീകാരം കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അൻസാരി സഹാബികളുടെ നേതാവായ അബൂ അയ്യൂബ് അൽ അൻസാരി പറഞ്ഞത് എന്താണെന്നറിയോ? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ലാ തബ്തു അല ദീനി ഇദാ വലിയഹു അഹ്ലുഹു, ദീനിനെ കൈകാര്യം ചെയ്യുന്നത് അർഹരായ ആളുകളാണെങ്കിൽ നിങ്ങൾ കരയണ്ട. വലാകിൻ തബ്തു അലൈഹി ഇദാ വലിയഹു ഗൈറു അഹ്ലിഹി, അല്ല അനർഹരായ പോയത്തക്കാരാണ് ദീനിന്റെ നേതാക്കന്മാരായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊള്ളണേ. ആ കരച്ചിലാണ് ഞാൻ പുന്നാർ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് കരയുന്നത്. ഇന്നമാ വലം ആത്തിൽ ഹജറ, ഞാൻ ഈ കല്ലിലേക്കല്ല വന്നിട്ടുള്ളത്. വഇന്നമാ അതൈതു റസൂലല്ലാഹ്, സ്വഹീഹായ ഹദീസാണ്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റനേകം കിതാബുകളിലെ ഹദീസാണ്. ഒരു നിലക്കും ചോദ്യം ചെയ്യാൻ കഴിയൂല. ഞാൻ ഈ റസൂലുള്ള ഖബറിലാണ്, ഈ ഖബറിന്റെ മുകളിലുള്ള കല്ല് കാണാൻ വേണ്ടി വന്നതല്ല ഞാൻ. പിന്നെ ഞാൻ എന്തിനു വന്നതാ? ഞാൻ ആറടി മണ്ണിൽ കിടക്കുന്ന പുന്നാര റസൂലിനെ കാണാൻ, പുന്നാര റസൂലിന്റെ അരികിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. മരിച്ചുപോയ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് സങ്കടം ബോധിപ്പിക്കുന്ന അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ അംഗീകരിക്കാൻ മുജാഹിദേ നിനക്ക് സാധിക്കുമോ? ചോദ്യം. സാധിക്കുമോ മുജാഹിദേ? സാധിക്കില്ല. ഇന്ന് ജീവിച്ചിരിപ്പുള്ള മുജാഹിദുകൾക്ക് സാധ്യമല്ല. ഇന്നലെ മരിച്ചുപോയ മുജാഹിദുകൾക്ക് സാധ്യമല്ല. മിനിന്നാന്നുണ്ടായിരുന്ന മുജാഹിദുകൾക്ക് സാധ്യമല്ല. ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന സർവ്വ മുജാഹിദുകൾക്കും അബൂ അയ്യൂബ് അൽ അൻസാരിയെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? മുജാഹിദ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാന്മാരിൽ നിന്ന് ഖൈർ പ്രതീക്ഷിച്ചാൽ കാഫിറാകുമെന്നാണ് അവന്റെ വിശ്വാസം. ഈ വിശ്വാസം ദീനിന്റെ വിശ്വാസമാണോ? ഇത് ദീനിന്റെ വിശ്വാസം അല്ല. ഇത് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമല്ല. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്. എന്തായത്തെന്നറിയോ? അല്ലാഹു തആല പറയാണ്, ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലൽ ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി. നസ്രാനികളെ പറ്റി പറയാം. ജൂതനസ്രാനികൾ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുന്നതിന് മുമ്പ് യുദ്ധവേളയിൽ വിജയം വരിക്കാൻ വേണ്ടി അവര് അല്ലാഹുവിനോട് ദുആർക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖ്ഖിൻ നബിയിൽ മബ്ഊസ് ഫീ ആഖിരിസ് സമാൻ, അന്ത്യനാളിൽ നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്റെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ എന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണമേ.
അങ്ങനെ ഭാവിയിൽ വരാനിരിക്കുന്ന റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്ന ആ ജൂതനസ്രാണികൾ അവർ നേരത്തെ മനസ്സിലാക്കി വെച്ച ഭാവി പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്നപ്പോൾ കഫറൂ ബിഹി, അവർ കാഫിറായി പോയി. അപ്പൊ അതുവരെ റസൂലിനെ അംഗീകരിച്ച് റസൂലിനെ കൊണ്ട് തവസ്സുലാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്ന ആളുകൾ പിന്നീട് റസൂല് വന്നപ്പോൾ റസൂലിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല, റസൂലിനെ കൊണ്ട് കാഫിറായി. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയാം. അപ്പൊ തവസ്സുലാക്കിയത് തെറ്റാന്നല്ല അല്ലാഹു പറയുന്നത്. അങ്ങനെ തവസ്സുലാക്കിയിട്ട് റസൂലിനെ അംഗീകരിച്ചിരുന്ന ആളുകൾ അവരിലേക്ക് പിന്നീട് പിൽക്കാലത്ത് റസൂൽ കടന്നു വന്നപ്പോൾ റസൂലിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇതാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ തവസ്സുലിനെ ഖുർആൻ അംഗീകരിക്കുകയാണ്. മുജാഹിദ് പറയുന്നു മുജാഹിദിനെ അംഗീകരിക്കൂല. ഇവിടെ ഖുർആന്റെ ഭാഗമാണോ ശരി, അതോ മുജാഹിദിന്റെ ഭാഗമാണോ ശരി? ഈ മുജാഹിദുകൾ അവരുടെ അനുയായികളെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? ഖുർആനിലേക്കാണോ അതോ ഖുർആനിന്റെ എതിർചേരിയിലേക്കാണോ? തീർച്ചയായും നിഷ്പക്ഷതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാം, ഇവരും ഖുർആനും തമ്മിൽ ബന്ധമില്ല. ഖുർആൻ പറയുന്നു തവസ്സുൽ ശരിയാണ്, മുജാഹിദ് പറയുന്നു തവസ്സുൽ തെറ്റാണ്. ഖുർആൻ പറയുന്നു മരിച്ചുപോയവരിൽ നിന്ന് ഖൈറ് പ്രതീക്ഷിക്കുന്നത് അത് മുഅ്മിനീങ്ങളാണ്, എന്നാൽ പ്രതീക്ഷയില്ലാത്തവർ കാഫിരീങ്ങളാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ ഇവരെന്താ പറയുന്നത്? മരിച്ചവരിൽ നിന്ന് ഖൈറ് പ്രതീക്ഷിക്കുന്നവർ കാഫിരീങ്ങളും പ്രതീക്ഷയില്ലാത്തവർ മുസ്ലിമീങ്ങളും. ഏതാ ശരി? ഖുർആൻ പറഞ്ഞതാണോ ശരി, അതോ ഇവിടെ പ്രസംഗിച്ചു പോയ ആ മനുഷ്യൻ പറഞ്ഞതാണോ ശരി? ഇത് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ. നമ്മളെ മുഹിയദ്ദീൻ മാലയൊക്കെ വിമർശിക്കാൻ വേണ്ടി ഇവരെന്താ പറയാറുള്ളത്? ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിന്റെ ഇടയിൽ ആർക്ക് ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞതിലോ സഖാഫ് വിശദീകരിച്ചതിലോ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇതാ കൂട്ടിലങ്ങാടി ടൗണിൽ നിന്ന് ഉത്തരവാദിത്തത്തോടുകൂടി നാനാഭാഗത്തും അങ്ങാടിയാണ്, പീടികയാണ്. ഇവിടെ പീടികയായതുകൊണ്ട് ഇവിടെ ഇന്ന് കാണുന്ന ആളുകൾ നാളെ ഉണ്ടാകും, അവർ മറ്റന്നാളും ഉണ്ടാകും. അവർ ഈ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരിത് വിലയിരുത്തുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതിലോ നിങ്ങൾ കേട്ടതിലോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കേട്ടതിലോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് മുജാഹിദിനും സഹോദര ബുദ്ധിയ ഇവിടെ ഇരിക്കാം, ചോദിക്കാം. ആര് വന്നാലും അപ്പൊ പ്രസംഗം നിർത്തും, ആര് വന്നാലും പ്രസംഗം നിർത്തും. എനിക്കിങ്ങനെ സംശയം ചോദിക്കാൻ അല്ലാതെ ഇത് ഇന്ത്യ രാജ്യമല്ലേ, ആർക്കും പ്രസംഗിക്കാലോ, 10 മണി വരെ പെർമിഷൻ ഉണ്ടല്ലോ, ഞാൻ പ്രസംഗിക്കും, നിങ്ങൾ കേട്ടാൽ മതി. അത് സുന്നികൾക്കില്ല. സമസ്തകൾ ജമിയത്തുൽ ഉലമാക്ക് അങ്ങനെയുള്ളൊരു ഗതികേടില്ല. പ്രസംഗിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. സൂറത്തുൽ മുംതഹിനയിൽ 13ാമത്തെ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതിനർത്ഥം ഇവിടെ ഇരിക്കുന്ന അലിമികളൊക്കെ ചോദിക്കണം എന്നല്ല, സംശയാലുക്കളായ വല്ല മുജാഹിദിന്റെ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള വേദിയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മരിച്ചവരിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ളവർക്ക് ഗുണം പ്രതീക്ഷിക്കാം. ഖുർആനാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞത്. എന്നാൽ ഇനി ജീവിച്ചിരിപ്പുള്ളവരിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് വല്ലതും കിട്ടുമോ? മുജാഹിദ് പറയുന്നു കിട്ടൂല. ജീവിച്ചിരിപ്പുള്ളവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് യാതൊന്നും തന്നെ ലഭിക്കുകയില്ല എന്ന് മുജാഹിദ് പറയുന്നു. എന്നാൽ സഹാബിമാരെന്താ പറഞ്ഞത്? ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനം സഹീഹുൽ ബുഖാരിക്കല്ലേ, 3ാം സ്ഥാനമല്ലേ സഹീഹ് മുസ്ലിമിലുള്ളത്. ആ സഹീഹ് മുസ്ലിം നമ്മുടെ പള്ളികളിലൊക്കെ സഹീഹ് മുസ്ലിം ഉണ്ടാകും. ആ സഹീഹ് മുസ്ലിമിന്റെ 1ാമത്തെ അധ്യായം 2ാമത്തെ അധ്യായം കിതാബുൽ ഈമാൻ. ആ കിതാബുൽ ഈമാനിൽ ഒരു ഹദീസ് പറയുന്നു. ആ ഹദീസ് എന്താണെന്നറിയോ? മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പുത്രനെ വിളിച്ചുകൊണ്ട് പറയാ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, മകനായ അബ്ദുള്ള എന്നവരും സഹാബിയാണ്. സഹാബിയായ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മകനെ ഞാൻ മരണപ്പെടാൻ പോവുകയാണ്, ഏതാനും ചില വസിയത്തുകൾ ഞാൻ നിന്നോട് പറയുകയാണ്. എന്താണ് എന്റെ വസിയത്ത്, നീ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായി സംസാരിക്കുകയാണ്.
ആ വസിയത്തിന്റെ അവസാനം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു മുജാഹിദിന് കേൾക്കാൻ കഴിയൂല. ഒരു മുജാഹിദിന് ഇനി പറയാൻ പോകുന്നത് ഈ സ്വഹാബി പറഞ്ഞത് ഒരു മുജാഹിദിന് കേൾക്കാൻ കഴിയൂല. ആ സ്വഹാബിയുടെ വാക്ക് കേൾക്കുമ്പോ മുജാഹിദ് അവന്റെ രണ്ട് ചെവിയിലും കൈയിട്ടു, അല്ലെങ്കിൽ വിരലിട്ട്, ഇനി വിരലും കൈയിടുന്നത് ആൾക്കാർ കാണുന്നത് മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ചരൽക്കല്ലെങ്കിലും എടുത്തിട്ട് തിരികെ വെക്കും. കേൾക്കാൻ കഴിയൂല അവരെ കൊണ്ട്. സ്വഹാബത്ത് പറഞ്ഞതിനെ കേൾക്കാൻ ഇന്ന് കേരളത്തിലുള്ള ഒറ്റ മുജാഹിദിനും സാധ്യമല്ല. കാരണം സ്വഹാബി എന്താ പറഞ്ഞറിയോ? നിങ്ങൾ എന്നെ മറമാടി കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ ചുറ്റിലും നിങ്ങൾ നിൽക്കണമേ. എത്ര സമയം നിൽക്കണം? ഒരു ഒട്ടകത്തെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം അതിന്റെ എല്ലിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അതിന്റെ തോല് അടർത്തി മാറ്റി മാംസം എല്ലിൽ നിന്ന് വിടർത്തിയെടുത്ത് അതിനെ കഷ്ണങ്ങളാക്കി അതിനെ പാക്ക് ചെയ്ത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ എത്ര സമയം വരുമോ അത്രയും സമയം എന്റെ ഖബറിന്റെ ചുറ്റിലും നിങ്ങൾ നിൽക്കണമേ. എന്തിനാണെന്നറിയോ? മുജാഹിദ് പറയും ട്യൂഷൻ ക്ലാസ്സിൽ കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ച് മയ്യത്ത് മറമാടി മൂടുകല്ല് വെച്ച് പിടിമണ്ണ് വാരിട്ട് പിന്നെ കുഴിയന്മാരെന്ത് ചെയ്യും? കൈക്കോട്ട് കൊണ്ട് മണ്ണൊക്കെ ഫുള്ളാക്കി ഒരു ചാണുയർത്തി രണ്ട് സൈഡിലും മീസാങ്കല്ല് കുത്തി ചെടി കുത്തി പിന്നെന്ത് ചെയ്യും? അവിടെ വെള്ളം തളിച്ചു കൊടുത്ത അപ്പക്കാണൊരു ഫോൺ വിളി അല്ലേ? അപ്പന് റിങ് ചെയ്യും. ഹലോ, ഞാനിപ്പോ വരാ, ഞാൻ ഇവിടെ കബറുമ്പുറത്തേയിരുന്നു ഒറ്റ പോക്ക. അപ്പൊ എന്താ? പള്ളിക്കന്ന് ഉസ്താദ് വന്നിട്ടുണ്ടാവും, തെൽക്കീൻ ചൊല്ലി കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ഇത് ഇവനെ കൊണ്ട് ഇത് കാണാനും ഇത് കേൾക്കാനും അവന്റെ കണ്ണിന് സാധിക്കുന്നില്ല, അവന്റെ കാതിന് കഴിയുന്നില്ല. എന്നാൽ സഹാബി പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ അങ്ങനെ ഓടാൻ പാടില്ല. എന്നെ മറമാടി കഴിഞ്ഞാൽ ഓടരുത്, അവിടെ തന്നെ നിൽക്കണം. എന്തിനാ നിൽക്കേണ്ടത്? നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ടാകും. എന്റെ റബ്ബിന്റെ ദൂതന്മാരായ മുൻകർ നക്കീർ അലൈഹിമസ്സലാം വരുമ്പോൾ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ അവരോടെന്തു മറുപടി പറയണം എന്നെനിക്കറിയാം. നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ, നിങ്ങൾ പോകരുതേ എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ആരോടാ പറയുന്നത്? തന്റെ പുത്രനായ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് വസിയത്ത് ചെയ്തെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിൽ കുറെ മുജാഹിദീങ്ങൾ ചെറുപ്പക്കാർ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ ഹദീസ് കേൾക്കുമ്പോൾ ഈ ഹദീസ് അവരുടെ കാതുകൊണ്ട് കേൾക്കാൻ കഴിയോ? കഴിയില്ല. സ്വഹാബത്തിനെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കൂല. സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ അവർ മൊബൈല് പെട്ടെന്ന് ഓണാക്കിയിട്ട് അവിടുന്ന് ഓടുന്നത്? എന്തിനാണ്? നമ്മളൊക്കെ നാട്ടില് ഒരാൾ മരിച്ചാല് മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞ് ജനാസയിൽ വെക്കും, മയ്യത്ത് കട്ടിലിൽ വെക്കും. മയ്യത്ത് കട്ടിലിൽ വെച്ചു കഴിഞ്ഞാൽ ഒരാൾ ദ്വാർക്കും, ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ആ മയ്യത്തിന് വേണ്ടി ആമീൻ 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 എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പൊതുവെയുള്ള അവസ്ഥയാണ്. കൂട്ടിലങ്ങാടിയിലും പാറടിയിലും കടൂപ്പുറത്തും എല്ലാ സ്ഥലത്തും നൂറ്റാണ്ടുകളായി നമ്മുടെ ബാപ്പമാരിലൂടെ പണ്ഡിത ശിരോമണികളിലൂടെ സയ്യിദന്മാരിലൂടെ പോയകാല തലമുറകളിലൂടെ നാം മനസ്സിലാക്കി വന്നൊരാശയമാണ്. ഇപ്പൊ കാണാൻ ചില ചെറുപ്പക്കാര് എല്ലാ നാട്ടിലും വിത്തിന് ഒന്നോ രണ്ടോ ഉണ്ടാവും, ഒന്നോ രണ്ടേ ഉണ്ടാവുള്ളൂ. എല്ലാരും ഇങ്ങനെ വേറെ ആമി പിടിക്കുന്ന സമയത്ത് കാണാ ഒന്നോ രണ്ടോ ആളുകൾ അവരിങ്ങനെ ഒരു വലിയ കരിമീലിങ്ങനെ ചിലപ്പോ കാണാ കൈയിങ്ങനെ ഇവിടെ നിന്നാ കാണൂല. ചില ആൾക്കാര് കൈ മുന്നിൽ പൊത്തിയിട്ടുണ്ടാവും, വേറെ ചില ആൾക്കാര് ബാക്കിൽ പൊത്തിയിട്ടുണ്ടാവും, രണ്ടാലും സ്ഥലത്ത് പൊത്തിപ്പിടിച്ചിട്ടുണ്ടാവും. എന്തോ ഒന്ന് മുട്ടിയിട്ടുണ്ട്. അത് ഒന്നാണോ രണ്ടാണോ നമുക്കറിയില്ല. മയ്യത്തിനെ കട്ടിലിൽ വെക്കുമ്പോ എന്തിനാണോ ഈ മുത്തല്? മയ്യത്ത് കട്ടിലിൽ വെക്കുമ്പോ എന്തിനാ നിനക്ക് ഈ മുട്ടൽ? ഒരു മുജാഹിദിനത് സഹിക്കാൻ കഴിയുന്നില്ല, മയ്യത്തിന് വേണ്ടിയുള്ള ദുആ സഹിക്കാൻ കഴിയുന്നില്ല.
നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മഹാനായ ഇമാം ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു ഷാഫി ഇമാമിന്റെ കാലഘട്ടക്കാരനാ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ലോകപ്രസിദ്ധമായ അത്തബഖാത്തുൽ കുബ്റാ എന്ന കിതാബ് പരിശോധിച്ചു നോക്കൂ. അതിൽ കാണാം റസൂലുള്ളാഹിന്റെ വഫാത്ത് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്ത് വിശദീകരിച്ചുകൊണ്ട് സ്വഹാബിമാർ റസൂലുള്ളാഹിനെ കുളിപ്പിച്ച് റസൂലുള്ളാഹിനെ കഫൻ ചെയ്ത് റസൂലുള്ളാഹിനെ മയ്യത്ത് കട്ടിലിൽ വെക്കുകയാണ്. ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അതാ ആ ജനസഞ്ചയത്തിലേക്ക് കയറി വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ജമഅ ബൈനനാ വബൈനഹു ഫീ ജന്നതിക. അല്ലാഹുവേ, ഞങ്ങളെയും ഈ റസൂലിനെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണമേ. അപ്പൊ മറ്റുള്ള സഹാബിമാർ ആമീൻ ആമീൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കിതാബുകളിൽ വളരെ വ്യക്തമായിട്ട് ഉദ്ധരിച്ച സംഭവം. ഇവർക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. മരിച്ചോർക്ക് അവർക്ക് പരലോക ഗുണത്തിന് വേണ്ടി അവർ ചെയ്യാന്നല്ലാതെ നമ്മളെ വഴി നമ്മളുടെ വകയായിട്ട് ഒന്നും ഞങ്ങളൊന്നും ചെയ്യൂല. മരിച്ചോർക്ക് വേണ്ടിയുള്ള ആ പണിയൊന്നും നമുക്ക് പറ്റൂല. എന്നാൽ സ്വഹാബിമാർ റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഇതര സ്വഹാബിമാർ ആമീൻ ചൊല്ലുന്നു. നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾ പൊത്തിപ്പിടിക്കുന്നു. ഏതാ ശരി? പൊത്തലാണോ ശരി? ആമീൻ പറയലാണോ ശരി? നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ മയ്യത്തിന്റെ പരലോക ഗുണത്തിന് വേണ്ടി പല ആളുകളും പലതും ചെയ്യും. ശിഹാബ് തങ്ങൾ വഫാത്തായി, അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ഒരു തീരുമാനം. നമ്മൾ ശിഹാബ് തങ്ങളുടെ പരലോക ഗുണത്തിന് വേണ്ടി സാധുക്കളായ ആളുകളെക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കുക. തീരുമാനമാണ്, നല്ല തീരുമാനമാണ്. എത്രയോ വീടുകൾക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ പള്ളിക്കത്ത് ഉസ്താദുമാര് ഇപ്പൊ ഞങ്ങളെ മഹല്ലിൽ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ഒന്നിരിക്കൽ അതിനെ കുറ്റിയടിക്കാൻ ഞങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ കട്ടിൽ വെക്കാൻ വിളിക്കും, അതല്ലെങ്കിൽ ആ വീടിന്റെ പ്രവേശനത്തിൽ വിളിക്കും. എത്രയോ ബൈത്തുർ റഹ്മയിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു മുജാഹിദിന് ചെയ്യാൻ കഴിയോ? മുജാഹിദ് പറയും, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ബൈത്തുർ റഹ്മ ഉണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് ബൈത്തുർ റഹ്മ ഉണ്ടോ? ഒരാൾ മരിച്ചാൽ അയാളെ പരലോക ഗുണത്തിന് വേണ്ടി ബൈത്തുർ റഹ്മ ഉണ്ടാക്കണം എന്ന് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? മുസ്ലിം ലീഗുകാരാ ഉണ്ടോ? ഉണ്ടോ? കുഞ്ഞാലിക്കുട്ടി ഉണ്ടോ? ഹമീദ് ഉണ്ടോ? അങ്ങനെ പ്രവർത്തിക്കാം ഉണ്ടോ? എവിടെയുള്ളത്? അതിനാ നേരത്തെ ഉസ്താദ് പറഞ്ഞത് ബൈത്തുർ റഹ്മ എന്ന് പറഞ്ഞോളുന്നില്ല. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹായം ചെയ്യണം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരാൾ സഹോദരനെ സഹായിച്ചാൽ അല്ലാഹു അവനെ സഹായിക്കും. അത് മതി തെളിവ്. ഇനി ബൈത്തുർ റഹ്മ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ബൈത്തുർ റഹ്മ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഹദീസിലുണ്ടോ? ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. അള്ളാന്റെ ദീനിനെ സംബന്ധിച്ച് ഒരൽപ്പം വിവരമുള്ള ഒരാള് ആ ചോദ്യം വരില്ല. ഇവരുടെ സാധാരണക്കാർക്ക് പോലും അറിയും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതാ നേരത്തെ പറഞ്ഞ നബിദിനാഘോഷവുമായി നിർവഹിക്കപ്പെടുന്ന രൂപങ്ങൾ അത് ഓരോ കാലത്തും ഓരോ രീതിയിലായിരിക്കും. അത് അങ്ങനെ ഉണ്ടോ ഇങ്ങനെയുണ്ടോ ആ ചോദ്യത്തിന് അർത്ഥമില്ല. ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തില് ഇരുവേറ്റിയിൽ ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു കൂട്ടം മുജാഹിദിന്റെ പ്രവർത്തകന്മാര് സ്റ്റേജിന്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിക്കാണ്, എന്താണ് നബിദിനാഘോഷത്തിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ ഫദ്ല് റഹ്മത്ത് കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ മുഅ്മിനീങ്ങൾ.
ആ ഫദ്ൽ റഹ്മത്തിൽ ഏറ്റവും ഔദ്യോഗികമായി ഔപചാരികമായി ഉപാധിരഹിതമായി നമ്മുടെ മുമ്പിലുള്ള റഹ്മത്ത് അത് പുന്നാര നബിയാകുന്നു. ആ പുന്നാര നബിയുടെ ജന്മമാകുന്നു. ആ ജന്മം കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്തിന്റെ പരിധിയിൽ അത് ഉൾപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞപ്പോ അവൻ എന്നോട് ചോദിച്ചു, എന്നാൽ അവിടെ നബിദിനാഘോഷം എന്ന് ആ ഖുർആന്റെ ആയത്തിന്റെ തഫ്സീറിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ ഒരു ചോദ്യം കൊണ്ട് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് നിങ്ങളുടെ മുജാഹിദിന്റെ ഏതെങ്കിലും ഒരു സംഘടന, ISMO അല്ലെങ്കിൽ MSMO MGMO അല്ലെങ്കിൽ ദഅ്വാ സമിതിയോ, വലിയ സമിതികളുമാണ്, ഇവര് ഏതെങ്കിലും ഒരു സമിതി ജൂൺ മാസം വന്നപ്പോൾ സ്കൂൾ തുറന്നപ്പോ സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം പാഠപുസ്തകം എല്ലാ വർഷവും വിതരണം ചെയ്യുന്നു. എല്ലാ വർഷവും സ്കൂൾ കുട്ടികൾക്ക് പാഠപുസ്തകം വിതരണം ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. പടച്ചോന്റെ ഭാഗത്തിൽ നിന്ന് വല്ലാത്ത കൂലി ലഭിക്കുന്ന വിഷയവും ആണ്. അതിനൊന്നും ആർക്കും സംശയമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ജൂൺ മാസത്തിൽ പാഠപുസ്തകം വിതരണം ചെയ്യാൻ ഖുർആനിൽ ഒരു ആയത്ത് തെളിവ് ഉദ്ധരിക്കാൻ കഴിയുമോ? അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദിന്റെ നേരത്തെ ഓതിയില്ലേ, ആ ആയത്ത് പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മതി. പക്ഷേ ആ ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഒരു തഫ്സീറില് ജൂൺ മാസത്തില് പുസ്തകം വിതരണം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടോ സഹോദര? അപ്പൊ ആ സഹോദരന് ഖുർആൻ തന്നെ മുഴുവൻ അറിയില്ല. ആ സഹോദരന്റെ ഹദീസിന്റെ എവിടെയും മുഴുവൻ ഹദീസിന്റെ കിതാബെന്നെ കണ്ടിട്ടില്ല, തഫ്സീർ എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ ആ സഹോദരൻ കാര്യങ്ങൾ മനസ്സിലാക്കി. ശരിയാണ്, ഖുർആൻ പൊതുവായി ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം അതിന്റെ പരിധിയിൽ പെട്ടതാണ് എന്നുള്ള ഏറ്റവും പ്രാഥമികമായ സാധാരണക്കാരന് പോലും അറിയുന്ന ഒരു മസ്അല, അറിയുന്ന ഒരു അറിവ് മുജാഹിദിന്റെ ആളുകൾക്കില്ലാതെ പോയി. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ, വല്ലാത്തൊരു കഷ്ടം. എന്നിട്ട് അവര് പറയും ഖുർആനെതിരാണ്, ഖുർആനെതിരാണ്. അതേപോലെ തന്നെ സൂചിപ്പിച്ചു പോവുകയാണ്, ഖുർആനെതിരാണ്. കാരണം മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുരീദാരും നരകത്തിലില്ല. മുഹയ്യിദ്ദീൻ ശൈഖ് മുഹയ്യിദ്ദീൻ മാലയിലൂടെ പറഞ്ഞത് അതൊരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർക്ക് അമ്പിയാക്കൾ ആരാണ്, ഔലിയാക്കൾ ആരാണ്? അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും പടച്ചതമ്പുരാൻ കൊടുത്ത ഓരോ പവറുകളും ആ പവർ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഞാനതിന്റെ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. മുഅ്തത്ത് യുദ്ധം, നബിയുടെ കാലത്തുണ്ടായ യുദ്ധം, മുഅ്തത്ത് യുദ്ധം പഠിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുജാഹിദിന്റെ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരൊറ്റ സീഡിയിലും ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഇത് നിങ്ങളെ മൗലവിമാർ നിങ്ങൾക്ക് പറഞ്ഞു തരൂല. ഇത് പറഞ്ഞു തന്നാൽ നിങ്ങൾ മുജാഹിദ് അല്ലാതെയാകും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഒരിക്കലും തന്നെ ഒരൊറ്റ മുജാഹിദും അയാളുടെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂട്ടിലങ്ങാടി വെച്ചുകൊണ്ട് പറയട്ടെ, മുഅ്തത്ത് യുദ്ധത്തിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായി, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഷഹീദായി, അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദായി. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ജയിച്ചടക്കി തിരിച്ചു പോന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം ആദ്യം ഷഹീദായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പിതൃവ്യ പുത്രനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അലിയാർ തങ്ങളുടെ സഹോദരനാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിധവയായ ഭാര്യ നബിയുടെ സവിധത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, എനിക്ക് 3 എനിക്ക് 3 ചെറിയ മക്കളാണുള്ളത്. ആ മക്കൾ അനാഥരായി പോയല്ലോ നബിയേ, എന്റെ മക്കൾക്ക് രക്ഷിതാവില്ലാതെയായി പോയല്ലോ. ആ സമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞ മറുപടി ഒരൊറ്റ മുജാഹിദിന്റെയും കാതിലൂടെ കേൾക്കാൻ അവർക്ക് സാധിക്കൂല. കാരണം മുജാഹിദ് മതം എന്ന് പറയുന്നത് ഇസ്ലാം മതവുമായിട്ട് ബന്ധമില്ല. മുജാഹിദിന്റെ മതം എന്ന് പറയുന്നത് റസൂലുള്ളാഹിയുമായി ബന്ധമില്ല. മുജാഹിദിന്റെ മതം എന്ന് പറയുന്നത് നബിമാരുമായി ബന്ധം ഇല്ല.
മുജാഹിദിന്റെ മതം എന്ന് പറയുന്നത് ഔലിയാക്കളുമായിട്ട് ഒരൊറ്റ ബന്ധവും അവർക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് എന്നറിയോ? ഓ പെണ്ണെ, നീ ഭയപ്പെടേണ്ട. അൽ ഐലത തഖാഫീന, ദാരിദ്ര്യമാണോ നീ ഭയപ്പെടുന്നത് എങ്കിൽ ഭയപ്പെടേണ്ട. വ അന വലിയുഹും ഫിദ്ദുനിയാ വൽ ആഖിറ. അന വലിയുഹും ഫിദ്ദുനിയാ വൽ ആഖിറ. ഞാൻ അവരുടെ എന്ന് പറഞ്ഞാൽ ആരുടെ? നിന്റെ മക്കളുടെ രക്ഷകനാണ്, സംരക്ഷകനാണ്, രക്ഷിതാവാണ്. ദുനിയാവിൽ സംരക്ഷകനാണ്, വൽ ആഖിറ, ആഖിറത്തിലും സംരക്ഷകനാണ്. ഒരു മുജാഹിദിനെ അംഗീകരിക്കാൻ കഴിയോ? ആഖിറത്തിനെ സംരക്ഷിക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. നബിമാർക്ക് കഴിയൂല, ഔലിയാക്കൾക്ക് സാധ്യമല്ല. ഇതല്ലേ മുജാഹിദിന്റെ വാദം? ഇതല്ലേ മുജാഹിദുകളുടെ അവര് തെറ്റിദ്ധരിച്ചു പോയ അവരുടെ ചെറുപ്പക്കാരായ പാവപ്പെട്ട പ്രവർത്തകർക്ക് അവരുടെ മസ്തിഷ്കത്തിന്റെ അകത്തേക്ക് അടിച്ചു കയറ്റുന്ന ആശയം എന്താണ്? അങ്ങനെ പരലോകത്തുള്ള രക്ഷാകർതൃത്വം ഏറ്റെടുക്കാൻ റസൂലിന് സാധ്യമല്ല. എന്നാൽ റസൂൽ എന്ന് പറയുന്നത് എന്താണ്? വഅന വലിയുഹും ഫിദ്ദുനിയാ വൽ ആഖിറ. ഞാൻ നിന്റെ മക്കളുടെ ദുനിയാവിലെ രക്ഷിതാവാണ്, ഞാൻ നിന്റെ മക്കളുടെ ആഖിറത്തിലെ രക്ഷിതാവാണ്. എന്റെ ചോദ്യം എന്താ പറയും? മുജാഹിദിനോടുള്ള ചോദ്യം എന്താണ്? മുജാഹിദേ, നിങ്ങൾക്ക് ഈ ഹദീസ് അംഗീകരിക്കാൻ സാധിക്കുമോ? സാധിക്കും എന്നാണെങ്കിൽ അടുത്ത ചോദ്യം, ആഖിറത്തിലുള്ള രക്ഷാകർതൃത്വം റസൂലുള്ളാഹിക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? മുജാഹിദിന് മറുപടി ഉണ്ടാവോ? നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കാൻ. ഈ ഹദീസിന് മറുപടി പറയാൻ ആണത്തമുള്ള, ആർജവത്വമുള്ള ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ മൗലവി ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. ഇനി നാളുണ്ടാകുമെന്ന് എനിക്കറിയില്ല, കഴിയൂല. അതേ വാക്ക് തന്നെ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നുണ്ട്. ഇതേ വാക്ക് ഇതാണ് ഫത്ഹുർ റബ്ബാനി. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫത്ഹുർ റബ്ബാനി ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് ഇവിടെ കൂട്ടിലങ്ങാടിയിൽ പ്രസംഗിച്ചു പോയ ഈ മനുഷ്യൻ മണ്ണാർക്കാട് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പ്രസംഗിച്ചത്. ഫത്ഹുർ റബ്ബാനി സുന്നികൾക്കെതിരാണ്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന ഈ കിതാബ് സമസ്തക്കാർക്കെതിരാണ്. എന്നാൽ ഈ കിതാബിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ അയാൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞ മാതിരി ചട്ട മാത്രം മുറുകി പിടിച്ച പോരാ, അതിലുള്ളൊന്ന് തുറന്നു നോക്കണം. ഈ കിതാബിന്റെ 176-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരൊറ്റ വരി മാത്രമേ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ടവർ പറയാ, യാ ഗുലാം, ഓ മകനെ. ചെറുപ്പക്കാരെ ശരിക്കും ശ്രദ്ധിക്കണം. ഔലിയാക്കളെ പവറാണ്. അമ്പിയാക്കൾക്ക് ചില പവറുകളുണ്ട്, അത് മുജാഹിദിന് അംഗീകരിക്കാൻ സാധിക്കൂല. ഔലിയാക്കൾക്ക് ചില പവറുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതൊരു മുജാഹിദിന്റെ കാതുകൊണ്ട് കേൾക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല. ആ കോലത്തിൽ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ അവരുടെ മസ്തിഷ്കത്തിലേക്ക്, അവരുടെ തലച്ചോറിനകത്തേക്ക് അടിച്ച് കയറ്റിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതിലെന്താ പറയുന്നത്? യാ ഗുലാം, ഓ മകനെ, ഇദാ മിത്ത, നീ മരിക്കുമ്പോൾ തറാനി, നീ എന്നെ കാണും. നീ മരിക്കുമ്പോൾ നീ എന്നെ കാണും. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി അന്വർത്ഥമാക്കി ജീവിക്കുന്ന മുരീദിനെ വിളിച്ചുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാ, യാ ഗുലാം, എന്റെ മകനെ, ഇദാ മിത്ത, നീ മരണമടയുമ്പോൾ തറാനി, നീ എന്നെ കാണും. വതഇരിഫുനി, നീ എന്നെ മനസ്സിലാക്കും. തറാനി, നീ എന്നെ കാണും. അൻ യമീനിക, നിന്റെ വലതുഭാഗത്തും. വശിമാലിക, നിന്റെ ഇടതുഭാഗത്തും. അഹ്മിലു, ഞാൻ നിന്റെ ഉത്തരവാദിത്തമേൽക്കും. വഅദ്ഫഉ അൻക, നിന്നെ തൊട്ട് ഞാൻ തടുക്കും. വഅസ്അലു ഫീക, നിന്റെ കാര്യത്തിൽ ഞാൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. ഇതൊരു മുജാഹിദിന് അംഗീകരിക്കാൻ കഴിയും? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുർ റബ്ബാനി എന്ന ഈ കിതാബിന്റെ 176-ാമത്തെ പേജിലെ 3-ാമത്തെ ഖണ്ഡികയിലെ 1-ാമത്തെ വരിയിൽ പറഞ്ഞ ഈ കാര്യം അംഗീകരിക്കാൻ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മുജാഹിദിന് സാധിക്കും?
കഴിയൂല. അത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കേരളത്തിലുള്ള മുജാഹിദുകൾ ഗ്രൂപ്പ് വ്യത്യാസമന്യേ വിതരണം ചെയ്ത ഒരു നോട്ടീസാണ് ഈ നോട്ടീസ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട നോട്ടീസ്. ഈ നോട്ടീസിൽ ഇവർ പറഞ്ഞ പച്ചക്കളവുകൾ, അതിൽപ്പെട്ട ഒരു കളവാണെന്തെന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി റളിയല്ലാഹു അൻഹാ ജന്മം കൊടുക്കുമ്പോൾ ആ പ്രസവ വാർത്ത സുവൈബ എന്ന അടിമപ്പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അബൂലഹബ് നരകത്തിലാണ്. അബൂലഹബ് റസൂലിനെ ദ്രോഹിച്ചയാളാണ്. അബൂലഹബിന്റെ ഭാര്യയും തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോൾ ആ ജന്മവാർത്ത അറിയിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിച്ച ആ വാർത്ത സുവൈബ അറിയിച്ചു കൊടുത്തതിന്റെ പേരിൽ സുവൈബയെ മോചിപ്പിച്ചു. ആര് മോചിപ്പിച്ചു? യജമാനനായ അബൂലഹബ് അടിമപ്പെണ്ണായ സുവൈബയെ ഇത്ക് ചൊല്ലി മോചിപ്പിച്ചു. അങ്ങനെ മോചിപ്പിച്ചു. അങ്ങനെ 10-40 കൊല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ ഹിജ്റ 2-ാം വർഷത്തിന്റെ റമദാൻ മാസത്തിന്റെ 17-ാമത്തെ ദിവസത്തിൽ ബദർ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തോടനുബന്ധിച്ച് അബൂലഹബ് ചരമമടഞ്ഞു. അബൂലഹബ് നരകത്തിലാണ്. ഖുർആൻ നസ്സാക്കിയതാണ്. ആ അബൂലഹബിനെ പിന്നീട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ് എന്ന് മറ്റു കിതാബുകളിൽ കാണാം. അങ്ങനെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കണ്ടയാൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ? ആ സമയത്ത് അബൂലഹബ് പറയാണ്, എന്റെ അവസ്ഥ വല്ലാത്ത മോശം തന്നെയാണ്. ഗൈറ അന്നി, എങ്കിലും ഒരു വ്യത്യാസമുള്ളത്, എനിക്ക് സുഖീതു ഫീ ഹാദിഹി, എന്റെ വിരലിലൂടെ എനിക്ക് ജലം നൽകപ്പെട്ടു. സുവൈബയെ ഞാൻ മോചിപ്പിച്ചത് കാരണത്താൽ എന്ന് അബൂലഹബ് പറയുന്ന സംഭവം എവിടെയുള്ളത്? അതെവിടെയാണുള്ളത്? സഹീഹുൽ ബുഖാരിയിൽ 2 സ്ഥലത്ത് ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ, അടിമപ്പെണ്ണുങ്ങൾക്ക് മുല കൊടുക്കാൻ പറ്റുമോ എന്ന അധ്യായത്തിലാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ഈ സംഭവം എടുത്തുദ്ധരിച്ച ഇമാം ബുഖാരി തങ്ങൾ ഈ സംഭവം എടുത്തുദ്ധരിച്ചതിനെ കുറിച്ച് ഈ ബുഖാരിയുടെ വ്യാഖ്യാനങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്തിനാണെന്നറിയോ? എന്തിനാണ് ആ സംഭവം എടുത്തുദ്ധരിച്ചത്? അടിമപ്പെണ്ണുങ്ങൾക്ക് മുല കൊടുക്കാൻ പറ്റുമോ? ബാബുൽ മറാദി മിനൽ മവാലിയാത്തി, അടിമപ്പെണ്ണുങ്ങൾക്ക് മുല കൊടുക്കാൻ പറ്റുമോ എന്ന അധ്യായത്തിന്റെ തെളിവായിട്ടാണ് ഈ സംഭവത്തെ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇത് തെളിവിന് വേണ്ടി ഉദ്ധരിച്ചതാണ്. ആര്? ഇമാം ബുഖാരി തങ്ങള്. ഇത് തെളിവിന്റെ സംഭവമാണ്. ഇസ്ലാമിലെ ഒരു മതവിധി സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി, അതിന് തെളിവ് പറയാൻ വേണ്ടി മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സഹീഹുൽ ബുഖാരിയിലെ തെളിവായി ഉദ്ധരിച്ച ഈ സംഭവത്തെ സംബന്ധിച്ച് ഈ കൂട്ടിലങ്ങാടിയിൽ പോലും പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഇത് കള്ളക്കഥയാണ്, ഇത് തലയും വാലുമില്ലാത്ത ഉമ്മാക്കി കഥയാണ്. നിങ്ങൾ നോക്കൂ, ഇവരെഴുതി വിടുന്ന ഓരോ പച്ച കള്ളങ്ങളും. ഇത് നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 126-ാമത്തെ പേജിൽ ഈ സംഭവത്തെ പറ്റി ഇവരെന്താ പറഞ്ഞതെന്നറിയോ? പ്രസ്തുത കള്ളക്കഥയിൽ പറയുന്നതോ അബൂജഹലിന് നരകത്തിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടുമെന്നാണല്ലോ. പ്രസ്തുത കള്ളക്കഥ ഇമാം ബുഖാരി തങ്ങൾ ഒരു മസ്അലക്ക് തെളിവായിട്ട് കൊണ്ടുവന്ന ചെറുപ്പക്കാര് മനസ്സിലാക്കണം. ഈ നശിച്ച വർഗം
ഇമാം ബുഖാരിയുടെ ഈ സംഭവത്തെ പറ്റി, തെളിവിന് കൊടുത്ത ഈ സംഭവത്തെ പറ്റി എന്താണ് അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? കള്ളക്കഥ. ബുഖാരി ഇമാം തെളിവായി പറഞ്ഞ ആ സംഭവത്തെ പറ്റി കള്ളക്കഥ എന്നെഴുതി വെച്ചവൻ, അത് പ്രസംഗിക്കുന്നവൻ, അല്ലാഹു തആല അവരെ പെട്ടെന്ന് സ്വർഗ്ഗത്ത് കൊണ്ടുപോകുമോ? കൊണ്ടുപോകില്ല. നരകത്തിലിട്ട് നന്നായിട്ട് ഇടിച്ച് പഴുപ്പിച്ച് ചൂട്ട് പഴുപ്പിച്ച് വേണ്ട വിധത്തിൽ അള്ള പാഠം പഠിപ്പിക്കും. ഈ സംഭവത്തെ പറ്റി കള്ളക്കഥ എന്നെഴുതി വെച്ചവനെ, അത് പ്രസംഗിച്ചവനെ, തലയും വാലുമില്ലാതെ ഉമ്മാക്കി കഥ എന്ന് പറഞ്ഞവനെ. ഇത് വേറെ പുസ്തകം, മൗലിദ് വിമർശനവും വിശകലനവും. ഈ പുസ്തകത്തിന്റെ 60ാമത്തെ പേജ് നിങ്ങൾ നോക്കണം കേട്ടോ. അബൂലഹബിന്റെ കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തലയും വാലുമില്ലാത്ത ഉമ്മാക്കി കഥകൾ കൊണ്ട് നബിദിനാഘോഷത്തെ ന്യായീകരിക്കുന്ന വേല വൃഥാവിലാണ്. തലയും വാലുമില്ലാത്ത ഉമ്മാക്കി കഥ. ഈ പുസ്തകത്തെ ഈ കഥയെ പറ്റി, ഈ ചരിത്രത്തെ പറ്റി പറയാം. സ്വഹീഹുൽ ബുഖാരിയില് ഇസ്ലാമിന്റെ ഒരു നിയമത്തിന് തെളിവായി ഒരു സംഭവത്തെ പറ്റി ഉമ്മാക്കി കഥയെന്നും തലയും വാലുമില്ലാത്തതെന്നും കള്ളക്കഥയെന്നും പറഞ്ഞു. ഇവനൊക്കെ മരിച്ചു ചെന്നാൽ അവന്റെ തല പറിച്ചോൻ വെട്ടും. വാല് പിന്നെ ഏതായാലും ഇല്ലല്ലോ, വെട്ടാൻ വാലില്ലല്ലോ, തല വെട്ടും. നിന്റെയൊക്കെ തല പറിച്ചോൻ വെട്ടും. ഇത് ഞങ്ങൾ പറയാൻ പാടില്ല. സ്വഹീഹുൽ ബുഖാരിയിലെ ഇസ്ലാമിന്റെ ഒരു മസ്അലക്ക് തെളിവായി കൊണ്ടുവന്ന ഒരു സംഭവത്തെ തലയും വാലുമില്ലാത്ത ഉമ്മാക്കി കഥയെന്നും കള്ളക്കഥയെന്നും പൊതുജനത്തിന്റെ മുമ്പിൽ പ്രസംഗിച്ചു നടക്കുന്നവന്റെ തല നാളെ പടച്ചോൻ വെട്ടും. വെട്ടടോ, നിന്നൊക്കെ വെട്ടും, നിന്നെ വെട്ടും. നിന്നെ അങ്ങനെയാണ് വെറുതെ ഉടൂല പടച്ചോ. ഇത് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിലാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇത് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്, ഇത് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് വിലയിരുത്താൻ അറിയാത്ത പാവപ്പെട്ട മുജാഹിദിന്റെ ചെറുപ്പക്കാരായ പ്രവർത്തകരെ പറഞ്ഞു പറ്റിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ ഏർപ്പാട്? നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം. അല്ല, ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. ആ 2 കസേര നിങ്ങളെ കാത്തിരിക്കുകയാണ്. അകലെ നിന്നോ അടുത്തു നിന്നോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏത് സഹോദരന്മാർക്കും ചോദിക്കാം, ആ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാം. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഈ നോട്ടീസിൽ പറയുന്ന ചില വർത്തമാനങ്ങൾ ഇതാ. ആലപ്പുഴ തൃക്കന്നിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിതരണം ചെയ്ത നോട്ടീസാണ്. ഇതിൽ പറയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12 തന്നെയാണോ എന്നതിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസത്തിന്റെ കാര്യത്തിലും ദിവസത്തിന്റെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ബർസഞ്ചി മൗലിദിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ ദിവസത്തെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ റബീഉൽ അവ്വൽ ആഹ്ലാദിക്കുന്നതിനേക്കാൾ ദുഃഖിക്കുന്നതിനായിരിക്കും പോരിശയുണ്ടാവുക. എന്താ പറഞ്ഞത്? നബി ജനിച്ചത് 12-നാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ നബി മരണപ്പെട്ടത് 12-നാണോ എന്നതിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12-ന് സന്തോഷിക്കുകയല്ല വേണ്ടത്, ദുഃഖിക്കുന്നതിനായിരിക്കും പോരിശയുണ്ടാവുക. എന്താണ് ഈ പറയുന്നത്? റബീഉൽ അവ്വൽ 12 വരുന്ന സമയത്ത് നമ്മളെ കുട്ടികളൊക്കെ മദ്രസയിൽ വരും. എന്നിട്ട് നബിയുടെ മേൽ സലാത്ത് ചൊല്ലും, മൗലായ ചൊല്ലും, നബിയുടെ പ്രകീർത്തനങ്ങൾ പാടും, നബിയുടെ ചരിത്രം പ്രസംഗിക്കും. അത് കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടും. ചെറുപ്പക്കാർ ധാരാളമായിട്ട് പങ്കെടുക്കും. അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. അന്നാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇന്ന് റസൂലുള്ളാഹി മരിച്ച ദിവസമാണ്, അതുകൊണ്ട് ദുഃഖിക്കുകയാണ് വേണ്ടത്. ഒരു താടിക്ക് കയ്യും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക,
അപ്പൊ അപ്പുറത്തെ നമ്മൾ അമുസ്ലിമായ അയൽവാസി വന്നിട്ട് ചോദിച്ചു, അല്ല അല്ല എന്താ മഹമ്മദേ നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ഇന്ന് ഞങ്ങളെ പ്രവാചകൻ മരിച്ച ദിവസം, അതുകൊണ്ട് എനിക്കിങ്ങോട്ട് ദുഃഖം വന്നിട്ട്. അതിനാണത്രേ പോരിശ. ഞാൻ ചോദിക്കട്ടെ മുജാഹിദേ, റബീഉൽ അവ്വൽ 12-ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലിരുന്ന് ദുഃഖിക്കാറുണ്ടോ? ഇതിന് നിങ്ങൾ പറഞ്ഞെന്താ? അന്ന് സന്തോഷിക്കുന്നതിനേക്കാൾ പോരിശ ദുഃഖിക്കുന്നതിനാണ് എന്നല്ലേ ഞങ്ങളെ ചോദ്യം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലിരുന്ന് പുറത്തേക്കിറങ്ങാതെ, ജോലിക്ക് പോവാതെ, ഓഫീസിൽ പോകാതെ, അങ്ങാടിയിൽ ചെല്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് ദുഃഖിക്കാറുണ്ടോ? ഞങ്ങളുടെ ചോദ്യം അതാണ്. ദുഃഖിക്കാറുണ്ടോ? ഉണ്ടോ? തീർന്നില്ല. ഇനിയും ഇവർ പറഞ്ഞെന്താ? റസൂലുള്ളാഹി വഫാത്തായത് 12-നാണെന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നല്ലേ. എന്നാൽ ഞങ്ങളെ ചോദ്യം, ആര് പറഞ്ഞ അഭിപ്രായ വ്യത്യാസമെല്ലാം? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 1-നാണ് എന്ന അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വൽ 2-നാണ് അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വൽ 10-നാണ് അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വൽ 12-നാണെന്ന അഭിപ്രായമുണ്ട്, 13-നാണെന്ന അഭിപ്രായമുണ്ട്, 14-നാണെന്ന അഭിപ്രായമുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു 4-5 വർഷമായിട്ട് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്ന മുജാഹിദുകളുടെ സർവ്വലഘുലേഖകളിലും നബിയുടെ വഫാത്ത് ദിനത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന പച്ചക്കള്ളം നോണ പറയാൻ ഇവർക്ക് യാതൊരു ലജ്ജയില്ല. നോണ അങ്ങോട്ട് പറയുന്നത്. എന്നിട്ട് ഈ നുണ വായിച്ചിട്ട് ഇതാണ് ദീനുൽ ഇസ്ലാം എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് നമ്മളെ നാട്ടിലുള്ള ചില മുജാഹിദിന്റെ ആൾക്കാർ. ഞാൻ അവരോട് പറഞ്ഞു, ദയവ് ചെയ്തിട്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മൗലവിമാർ അച്ചടിച്ചു വിടുന്ന ഈ ജാതി നോട്ടീസുകൾ വായിച്ചിട്ട് നിങ്ങൾ ദീൻ മനസ്സിലാക്കാൻ പാടില്ല. ഒരിക്കലും തന്നെ നിങ്ങൾ ദീനിനെ മനസ്സിലാക്കി പോകരുത്. ഈ ജാതി നോട്ടീസുകൾ വായിച്ചിട്ട് ദീൻ മനസ്സിലാക്കാൻ പാടില്ല. ദീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടുന്നാണ്? അതിന്റെ സ്രോതസ്സുകളിൽ നിന്നായിരിക്കണം. നബി ഈ ഇതിന് പറഞ്ഞ വേറൊരു ചോദ്യം എന്താണ്? നിങ്ങൾ നോക്കൂ, ഇതിന് പറയാം, സുഹൃത്തേ എന്ന് വിളിച്ചിട്ട് ചോദിക്കാം, നബിദിനമാഘോഷിക്കുന്ന സഹോദരങ്ങൾ സ്വർഗപാതയെന്ന് തെറ്റിദ്ധരിച്ച് നരകവീതിയിൽ മുന്നേറുകയാണ്. നബിദിനം ആഘോഷിക്കുന്ന സഹോദരങ്ങൾ സ്വർഗപാതയെന്ന് തെറ്റിദ്ധരിച്ച് നരകവീതിയിലൂടെ മുന്നേറുകയാണ് എന്നാണ് ഈ നോട്ടീസിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഞങ്ങളെ ചോദ്യം, മുജാഹിദിന്റെ സഹോദരന്മാരോട് നിങ്ങൾ സാധാരണക്കാരവരെ കാണുമ്പോ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? സഹോദര അവിടെ വാ, ഇപ്പൊ മുസ്തഫ എന്നാണ് പേരെന്ന് വിചാരിക്കാം. നമ്മളൊരു സുഹൃത്ത് വലയത്തിൽ ഒരു മുസ്തഫയുണ്ട്, അവൻ മുജാഹിദാണ്. അവന്റെ വാദമനുസരിച്ച് നബിദിനം ആഘോഷിക്കുന്നവൻ നരകത്തിലേക്കാണ് പോകുന്നത് എന്നാണ് എങ്കിൽ ഞങ്ങളെ ചോദ്യം, എങ്കിൽ മുജാഹിദിന്റെ നേതാക്കന്മാരായ കെ എം മൗലവി, ഇ കെ മൗലവി 1920 മുതൽ 1950 വരേക്കുമുള്ള 30 കൊല്ലക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച യഥാർത്ഥ മുജാഹിദ്, ഇന്നത്തെ മുജാഹിദുകളെ പോലെ തമ്മിൽ തല്ലുന്ന മുജാഹിദുകളല്ല, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുന്നവരല്ല. ഞാനല്ല കാഫിർ, നീയാണ് കാഫിർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുന്നവരല്ല. സാക്ഷാൽ മുജാഹിദുകൾ ഉണ്ടായിരുന്നല്ലോ. ആ സാക്ഷാൽ മുജാഹിദുകൾ എന്താ പറഞ്ഞത്? ഒരു ഉദാഹരണം, സാമ്പിൾ മാത്രം ഞാൻ വായിച്ചു. എന്താണ്? റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ ഇതവരുടെ അൽ ഇർഷാദി എന്ന് പറഞ്ഞ അവരുടെ ഒരു മാസികയുടെ കോപ്പിയാണ്. ഇതിൽ പറയാം, അക്കാലത്തുള്ള 1343 എഴുതുകയാണ്. എന്താ പറയുന്നത്? റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയാൻ സാധിക്കുകയില്ല.
എന്നാൽ അങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവിനോട് നമ്മൾക്കുള്ള അളവറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാളായ റബീഉൽ അവ്വൽ മാസം 12-ാം തീയതിയിൽ മുജാഹിദിന്റെ അപ്പോസ്തലന്മാർ പറയാ റസൂൽ ജനിച്ചത് 12-ന്റെ അന്നാണ്. ഇപ്പറങ്ങുന്ന നോട്ടീസിൽ പറയാണ് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുജാഹിദിന്റെ ആളുകളോട് ലളിതമായി ചോദിക്കട്ടെ, ഇന്നത്തെ മൗലവി പറഞ്ഞതാണോ ശരി, അന്നത്തെ നേതാവ് പറഞ്ഞതാണോ ശരി? നിങ്ങൾ വ്യക്തമാക്കണം. ഇന്നത്തെ മൗലവിയുടെ ഗീർവാണമാണോ ശരി, അതോ നിങ്ങളുടെ യഥാർത്ഥ നേതാക്കന്മാർ എഴുതി വെച്ചതാണോ ശരി? ചോദ്യത്തിന് മറുപടി വേണ്ടേ? മുജാഹിദുകൾ മനസ്സിലാക്കണ്ടേ? ഇതിലെന്താ പറയുന്നത്? ആ 12-ന്റെ അന്ന് ലോകത്തിന് റഹ്മത്തായി എഴുന്നേൽപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുരുങ്ങിയ ചരിത്രത്തെ എങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അന്നത്തെ മുജാഹിദുകളെല്ലാം 950 വരെ നബിദിനം ആഘോഷിച്ചു, ആഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ലോകത്ത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അത് ആഘോഷിക്കുന്നതാണെന്ന് പറഞ്ഞുകൊടുത്തു. അങ്ങനത്തെ മുജാഹിദുകൾ നരകത്തിലാണോ? ഇത് ഓരോ മുജാഹിദോടെ നമ്മൾ ചോദിക്കണം. നിങ്ങളുടെ നേതാക്കന്മാരായ നിങ്ങൾ വലിയ മഹാന്മാരെന്ന് മദ്രസ പാഠപുസ്തകത്തിൽ പോലും പിഞ്ചുകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ നേതാക്കളായ KM മൗലവി, EK മൗലവി, MCC മൗലവി, ഇങ്ങനെയുള്ള മൗലവിമാരെന്ന ആദ്യകാല മുജാഹിദുകൾ, 10-30 കൊല്ലക്കാലത്തെ മുജാഹിദുകൾ, ആ മുജാഹിദുകള് നരകത്തിലേക്ക് പോയവരാണോ? ചോദിക്കേണ്ടതല്ലേ അത്? അവര് ഞങ്ങളുടെ നേതാക്കളൊക്കെ തന്നെയാണ്. അവര് നരകത്തിൽ പോയിക്കോട്ടെ, എന്നാലും ഞങ്ങൾ നേതാക്കൾ തന്നെയാണെന്ന് അവർ പറയുന്നത്. ഇതിനെന്താ അർത്ഥമുള്ളത്? ഈ ആധുനിക യുഗത്തിൽ പോലും ഇത്രമാത്രം ബുദ്ധിയില്ലാത്ത ആളുകൾ നമ്മളെ അടിയിലുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ 950-കൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ മദ്രസ ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ സമുദായം ഓരോ മഹല്ലിലും 1, 2, 3 മദ്രസകൾ. അപ്പൊ മദ്രസകൾ സ്ഥാപിച്ചപ്പോ മദ്രസയിലുള്ള വിദ്യാർത്ഥികളും അവിടുത്തെ രക്ഷിതാക്കളും അവിടെയുള്ള ഉസ്താദുമാരും മാനേജ്മെന്റ് കമ്മിറ്റിയും ഇവരെല്ലാം കൂടി സംയുക്തമായി സഹകരിച്ച് റബീഉൽ അവ്വൽ 12-നോടനുബന്ധിച്ച് സമുചിതമായ നബിദിനാഘോഷ പ്രവർത്തനങ്ങൾ കൊണ്ടാടാൻ തുടങ്ങിയപ്പോ മുജാഹിദിന് മനസ്സിലായി, ഈ പോക്ക് പോയാൽ അള്ളാന്റെ റസൂലിനെ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ആ ഒരു ആഘോഷം അവിടെ ഉണ്ടാവാൻ പാടില്ല. റസൂലിനെ മഹത്വപ്പെടുത്താൻ പാടില്ല. നബിമാരുടെ പവർ അത് ജനങ്ങളെ തിരിച്ചറിയാൻ പാടില്ല. ഔലിയാക്കളുടെ അവരുടെ പവറിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിവുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നബിദിനാഘോഷത്തെ എതിർക്കണം എന്ന് മുജാഹിദുകൾ തീരുമാനിച്ചു. അങ്ങനെ അവർ തീരുമാനിക്കുന്നടിസ്ഥാനത്തിൽ മുജാഹിദുകൾ പ്രഖ്യാപിച്ചു, നബിദിനാഘോഷം ശിർക്കാണ്. ഒരാളിപ്പോ റബീഉൽ അവ്വൽ 12 വന്നു, എല്ലാവരും മദ്രസയിൽ കൂടി, കുട്ടികളെല്ലാവരും കൂടി, രക്ഷിതാക്കൾ കൂടി, ഉസ്താദുമാർ കൂടി, കമ്മിറ്റി കൂടി. എന്നിട്ട് അവർ പതാക ഉയർത്തി. എന്നിട്ട് ഒരാൾ ചൊല്ലിക്കൊടുത്തു, യാ നബി സലാം അലൈക്കും. സലവാത്തുല്ലാഹി അലൈക്കും. മുശ്രിക്കായി, നബിദിനം ആഘോഷിച്ചവൻ മുശ്രിക്കായി. ഇതാണ് മുജാഹിദുകൾ. വിദേഹത്താണെന്നല്ല, അനാചാരമാണെന്നല്ല. നബിദിനം ആഘോഷിക്കുന്നവൻ ഇവിടെ മറ്റേ അയ്യപ്പന്മാര് ശബരിമലക്ക് പോകുന്നവരെ പോലെ നമ്മളും മുശ്രിക്കാണെന്ന് അവർ പറയും. നബിദിനം ആഘോഷിച്ച പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മുശ്രിക്കാണ്.
സെക്രട്ടറി മുശ്രിക്കാണ്, കമ്മിറ്റിക്കാര് മുശ്രിക്കാണ്, മദ്രസാധ്യാപകർ മുശ്രിക്കാണ്, എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മുശ്രിക്കീങ്ങളാണ്. ഇതാ മുജാഹിദ് പറയുന്നത്. ഈ 2008 ഇസ്ലാഹ് മാസികൻ, ഈ ഇസ്ലാഹ് മാസികയുടെ 34-ാമത്തെ പേജിൽ എന്താ, 36-ാമത്തെ പേജിൽ എന്താ പറയുന്നത് അറിയോ? മൗലിദാഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം ശിർക്കാണ്. ഇപ്പൊ മുജാഹിദ് പറയുന്നത് എന്താ അറിയോ? ശിർക്ക് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ട്. മൗലിദാഘോഷം ശിർക്കാണ് എന്നാണ് വാദം. വിദേഹത്താണെന്നല്ല. മൗലിദ് പാരായണവും മൗലിദ് ആഘോഷവും ശിർക്കിലേക്ക് നയിക്കുമെന്ന് സാധാരണ മുജാഹിദുകൾ ജനങ്ങളെ ഉത്ബോധനം നടത്താറുണ്ട്. ഈ ലേഖനത്തിൽ പറയാം. അപ്പൊ മൗലിദ് ആഘോഷിക്കുന്നതും മൗലിദ് പാരായണവും ശിർക്കാണെന്നാണ്. അതിനവർ പറഞ്ഞ കാരണം എന്താ? മൗലിദ് ആഘോഷിക്കുന്നവർ റസൂലുള്ളാഹിന്റെ പൊരുത്തത്തെ ആഗ്രഹിക്കുന്നു. നമ്മളെ ചോദ്യം ഇത് നിങ്ങൾ പഠിക്കണം. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ നാട്ടിലുള്ള മുജാഹിദുകളെ കാണുമ്പോൾ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണം. എന്ത് ചോദിക്കണം? നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കാണോ? അപ്പൊ അവർ കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്തേന്ന് ചോദിക്കും. അപ്പൊ വീണ്ടും ചോദിക്കാം. അല്ല സുഹൃത്തേ, നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കാണോ? അപ്പൊ അവസാനം ഗത്യന്തരമില്ലാതെ മുജാഹിദ് മറുപടി പറയും, ശിർക്ക് തന്നെയാണ്. അപ്പ ചോദിക്കുക, എങ്ങനെയാണെങ്കിൽ സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂ. അല്ലാഹുവും അവന്റെ റസൂലും പൊരുത്തം സമ്പാദിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവരാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിന്റെ പൊരുത്തവും നമുക്ക് വേണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തവും നമുക്ക് വേണ്ടേ മുജാഹിദേ? നിന്റെ വാദം ഖുർആനിനെതിരല്ലേ? മുജാഹിദിന് മറുപടി പറയാൻ കഴിയൂല. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുക. ഇനി നോക്കൂ സഹോദരാ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ പൊരുത്തം കിട്ടണം എന്നല്ലേ സഹീഹായ ഹദീസല്ലേ? അപ്പൊ മാതാപിതാക്കളെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒരു മകൻ ആഗ്രഹിക്കുന്നത് ശിർക്കാണോ? ആണോ? റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കാണെന്നല്ലേ മുജാഹിദേ നീ എഴുതിയത്? അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് നബിദിനാഘോഷം ശിർക്കാണെന്നല്ലേ? എന്നാൽ ഞങ്ങളുടെ ചോദ്യം, മാതാപിതാക്കളുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ മാതാപിതാക്കളെ പൊരുത്തം കിട്ടണം. ആ മാതാപിതാക്കളെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒരു മകൻ അഭിലഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ശിർക്കാണോ മുജാഹിദേ? മറുപടി ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മറ്റനേകം ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിന്റെ ഖാദിയായി അല്ലാഹുവിന്റെ റസൂൽ നിയോഗിക്കുകയാണ്. അങ്ങനെ റസൂലുള്ള മുആദ് ബിൻ ജബലിനോട് ചോദിക്കുകയാണ്, യാ മുആദ് കൈഫ തഹ്കുമു, നീ എങ്ങനെയാണ് ജനങ്ങളോട് വിധി പറയുക? ആ സമയത്ത് മുആദ് ബിൻ ജബൽ പറയാണ്, ബി കിതാബില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് വിധി പറയും. അല്ലാഹുവിന്റെ കിതാബിൽ ഇല്ലെങ്കിലോ ബിസുന്നത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൊണ്ട് ഞാൻ വിധി പറയും. എന്നാൽ മുആദേ, സുന്നത്തിലും അതിന്റെ വിധി നീ കണ്ടില്ലെങ്കിലോ? ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, അജ്തഹിദു ബിറഅയി വലാ ആലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഗവേഷണം ചെയ്തുകൊണ്ട് ഞാൻ വിധി പറയും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു അറിയോ? ഫളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സദരി ബിയദിഹി, റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് എന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത് അറിയോ? അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമാ യുർദി റസൂലല്ലാഹ്.
അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അല്ലാഹുവാണ്. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്, വഫഖ, അവൻ തൗഫീഖ് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ദൂതനായ മുആദ് എന്നവർക്ക് തൗഫീഖ് കൊടുത്തു. എന്തിന് തൗഫീഖ് കൊടുത്തു? ലിമാ യുർദി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന വലിയ ഒരു ദൗത്യത്തിന് വേണ്ടി തൗഫീഖ് കൊടുത്ത മുആദിന്, ആ തൗഫീഖ് കൊടുത്ത അല്ലാഹുവിനെ ഞാനിതാ സ്തുതിക്കുന്നു. റസൂലുള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കാൻ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹു തൗഫീഖ് കൊടുത്തു. ആരാ പറയുന്നത്? റസൂലുള്ളാഹിയാ പറയുന്നത്. ആരോടാ പറയുന്നത്? മുആദ് റളിയല്ലാഹു അൻഹുവിനോടാ പറയുന്നത്. എന്താ പറയുന്നത്? റസൂലുള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന കാര്യമാ പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ചോദിക്കാം, അല്ലയോ മുജാഹിദ് സഹോദരാ, നീ പറഞ്ഞല്ലോ നബിദിനാഘോഷം ശിർക്കാണെന്ന് പറഞ്ഞല്ലോ. അത് ശിർക്കാണെന്ന് പറയാൻ നീ പറഞ്ഞ കാരണം എന്താണ്? അതിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ? എന്നാൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കേണ്ടതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കേണ്ടതാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ? മാതാപിതാക്കളുടെ പൊരുത്തം ആഗ്രഹിക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ? അതെല്ലാം ശിർക്കാണോ? ആണോ? അങ്ങനെ ഏത് വിഷയം നോക്കുകയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മതി. ഞാൻ ഒറ്റ കാര്യം കൂടി, ആകെ 10 മിനിറ്റായി അവശേഷിക്കുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു, ഈ സദസ്സിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റോഡിന്റെ അപ്പൊളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ സദസ്സിന്റെ എത്രയോ ബേക്കിൽ നിന്നുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പീഡികത്തിണ്ണയിലോ പീഡികയുടെ മുകളിലോ നിൽക്കുന്ന ആരെങ്കിലും, ഏതെങ്കിലും മുജാഹിദ് സഹോദരനുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിലോ ഉസ്താദ് നേരത്തെ പ്രസംഗിച്ചതിലോ അല്ലെങ്കിൽ ഞങ്ങൾ പറയാത്തതിലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം ഉന്നയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആരും നിങ്ങൾ ആക്ഷേപിക്കില്ല, നിങ്ങളുടെ ശരീരത്തെ ആരും നോവിക്കില്ല, ആരും നിങ്ങളെ അധിക്ഷേപിക്കില്ല, നിങ്ങളെ പരിഹസിക്കില്ല, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൂല. പെരിന്തൽമണ്ണയിൽ ഇവന്മാര് മുഖാമുഖം നടത്തി കഴിഞ്ഞ റബീഉൽ എങ്ങനെ മുഖാമുഖം നടത്തുന്നറിയോ? ഒരു സദസ്സ്, ആ സദസ്സിൽ ഒരു കസേര, ആ കസേരയുടെ സദസ്സിന്റെ നാനാഭാഗത്ത് വളണ്ടിയർമാരെ നിർത്തിയിരിക്കുകയാണ്. വളണ്ടിയർമാരെ നിർത്തിയിട്ട് ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ ഒരാളെ കടത്തിവിടും. അർക്കാൻ കൊണ്ടുപോകണം, പോത്തിനെ കൊണ്ടുപോകണമായിരുന്നു. ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ തന്നെ അവനാകെ ബേജാറായിട്ടുണ്ട്. അർക്കാൻ കൊണ്ടുപോകണം, പോത്തിനെ കൊണ്ടുപോകണ മാതിരിയാ കൊണ്ടുപോകുക. എന്നിട്ട് ഇവിടെ ഇരുത്തുക. എന്നൊരു സംശയം ചോദിക്കുമ്പോൾ മൈക്കൽ വാങ്ങും. പിന്നെ 1/2 മണിക്കൂർ ഒരു പ്രസംഗ, അത് കേട്ടോളം. കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവി അടക്കാൻ പറ്റൂലല്ലോ. കണ്ണാണെങ്കിൽ അടച്ചു പിടിക്കാം, കാത് അടച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ. കാത് സ്വയം അടയൂലല്ലോ. പിന്നെ കയ്യുകൊണ്ട് അടച്ചാൽ ഇയാൾക്ക് സുഖമില്ലാന്ന് വിചാരിക്കും. എന്തിനാണ് ഈ നാടകം? ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ മൈക്കിൽ ചോദിച്ചു, ഞങ്ങളിവിടെ കസേരയില്ല. നിങ്ങൾക്കൊരു ചോദ്യത്തിന് നമ്മളൊരു മറുപടി തരും. ആ മറുപടി ശരിയല്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം, വീണ്ടും ചോദിക്കാം, വീണ്ടും ചോദിക്കാം, വീണ്ടും ഒരു 25 തവണ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു എസ്കേഎസിന്റെ പ്രവർത്തകനോ ഒരു കൂട്ടിലങ്ങാടിക്കാരനോ അയാൾ ആക്ഷേപിക്കൂല, അയാളെ നിയന്ത്രിക്കൂല, പോത്തിന് അർക്കാൻ കൊണ്ടോണമായി കൊണ്ടുപോകൂല. മാന്യമായിട്ട് വരാം, ഇരിക്കാം, മൈക്ക് പിടിക്കാം, ചോദിക്കാം. പക്ഷെ അങ്ങനെയുള്ള തന്റെ ഇടം എന്തുകൊണ്ട് മുജാഹിദുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ, ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നാൽ അപ്പൊ അങ്ങോട്ട് 10 ചോദ്യങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് വല്ലാതെ നമ്മൾ ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. ഈ നോട്ടീസിൽ തന്നെ ഉണ്ട്, ഞാൻ ഈ ഉയർത്തിപ്പിടിച്ച നോട്ടീസിൽ തന്നെ അവർ പറയുന്നതാണ്, മൗലിദൊക്കെ ശിർക്കാണ്. മൗലിദ് ശിർക്കാണ് എന്ന് പറയാൻ കാരണമായിട്ട് ഇതിൽ പറഞ്ഞത്, ഇതില് അബ്ദുക്കൽ മിസ്കീനു, സഹോദരാ, നിബിദിനത്തിന്റെ ഭാഗമായി ഓതപ്പെടുന്ന മാലകൾ തന്നെയാണ് ഇതിന്റെ സാക്ഷ്യം. അങ്ങയുടെ സാധുവായ ഈ അടിമ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷക എന്നൊക്കെയാണ് മൗലിദിലുള്ളത്. അതുകൊണ്ട് ശിർക്കാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ.
അങ്ങയുടെ സാധുവായ അടിമയാണ് ഞാൻ. നബിയുടെ അടിമ എന്ന് പറഞ്ഞപ്പോ മുശ്രിക്കായി. എന്നാൽ അവിടെ ചോദ്യം നിങ്ങൾ പഠിക്കണം, സാധാരണക്കാർ പഠിക്കണം. എന്താണെന്നറിയോ? അവിടുത്തെ ഭരണം ഏറ്റെടുത്തപ്പോൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ, ആ പ്രസംഗത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ കാലത്ത് വകുന്തു അബ്ദഹു വഖാദിമഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയായിരുന്നു എന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ സേവകനായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുശ്രിക്കാണോ? ചോദ്യം. ആ ചോദ്യം നിങ്ങൾ മുജാഹിദിനോട് ചോദിക്കണം. അബ്ദുക നബിയെ അങ്ങയുടെ അടിമ എന്ന് മങ്കൂസ് എന്ന് സറഫുൽ അനാമൽ മൗലിദിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ചൊല്ലുന്നവർ മുശ്രിക്കാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ നബിയുടെ അടിമയായിരുന്നു ഞാൻ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുശ്രിക്കാണോ? എന്നിട്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വബിഹി അസ്അദു, റസൂലുള്ളാഹിനെ കൊണ്ടാണ് ഞാൻ വിജയിക്കുന്നത്, നബിയെ കൊണ്ടാണ് ഞാൻ വിജയിക്കുന്നത്. നമ്മളെ ചോദ്യം, നബിയെ കൊണ്ട് ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുശ്രിക്കാണോ? ഇത് ചോദിക്കാം. നമ്മളൊക്കെ അയൽവാസികളായിട്ട് ചില മുജാഹിദീങ്ങളൊക്കെ ഉണ്ടോ? ഞാനൊരുപാട് മുജാഹിദീങ്ങളോട് സ്വകാര്യ സംഭാഷണത്തിൽ ചോദിച്ചിട്ടുണ്ട്. അല്ല സുഹൃത്തെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ താൻ ഭരണമേറ്റെടുത്തപ്പോൾ സഹാബത്തിന്റെ മുമ്പാകെ നടത്തിയ പ്രസംഗത്തിൽ പറയാണ്, വബിഹി അസ്അദു, നബിയെ കൊണ്ടാണ് ഞാൻ വിജയിക്കുക. ഈ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുശ്രിക്കാണോ? പറയാൻ കഴിയില്ല. ഞാൻ മുമ്പൊരിക്കൽ മുജാഹിദിനോട് ചോദിച്ചിട്ടുണ്ട്, പുല്ലാര നമ്മളെ ഉസ്താദ് ദർസത്തുന്ന അയ്യൂബ് സഖാഫി ദർസത്തുന്ന പുല്ലാര അയ്യൂബ് സഖാഫി വരുന്നതിന് മുമ്പ് ഈ സാധുവായ ഞാനുണ്ടായിരുന്നു. അന്ന് എന്റെ അടുക്കൽ മഞ്ചേരിയിലുള്ള പ്രമുഖനായ ഒരു മുജാഹിദ് സംസാരിക്കാൻ വേണ്ടി വന്നു. ഞാൻ അയാളോട് ചോദ്യം ചോദിച്ചു, സഹോദര, ഖബറിങ്ങ പോയിട്ട് മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്നല്ലേ നിങ്ങളുടെ വാദം? ഞങ്ങളുടെ വാദമാണ്. എന്നാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുശ്രിക്ക് ഏതെങ്കിലും ഒരു ഖബറിങ്ങ ചെന്നിട്ട് ആ ഖബറാളിയോട് സഹായം ചോദിച്ചതിന്റെ പേരിൽ മുശ്രിക്കായി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു ഹദീസ്, ഏതെങ്കിലും ഒരു ഇബാറത്ത് എന്റെ മുമ്പിൽ വായിക്കാൻ കഴിയോ? പൊതുജനത്തിന്റെ മുമ്പിലല്ല, എന്റെ മുമ്പിൽ വായിക്കാൻ കഴിയോ? പൊതുജനത്തിന്റെ മുമ്പിൽ എന്തും വായിക്കും. ചോദ്യം ചോദിക്കാനും പറ്റൂല. അങ്ങനെ ആയപ്പോ എന്തോ ആർക്കും എന്തോ ആവാ. എന്റെ മുമ്പിൽ വായിക്കാൻ പറ്റുമോ? ആ സഹോദരൻ ഒന്നിങ്ങനെ കണ്ണടച്ചിട്ട് പറഞ്ഞു, അതിപ്പോ എനിക്ക് വായിക്കാൻ കഴിയൂല. ഒരിക്കലും കഴിയൂല. നിങ്ങൾ നോക്കൂ സഹോദരന്മാർ, ഏതാണെന്നറിയോ? ജിന്നുകളോടുള്ള സഹായത്തേട്ടവും KJU ഫത്വയും ഇവിടെ പ്രസംഗിച്ചു പോയ ആ മനുഷ്യൻ പ്രതിനിധാനം ചെയ്യുന്ന മുജാഹിദ് ഗ്രൂപ്പുകാര് ഇറക്കിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 2 പേജ് മാത്രം വായിച്ചിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുക. ഇത് എന്റെ മുമ്പിലുള്ള നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് സഹോദരനുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം. ഒരുപക്ഷെ ആ മുജാഹിദുകാരൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാകില്ല, ഈ പുസ്തകം അവന് കണ്ടിട്ടുണ്ടാകില്ല. ഈ പുസ്തകം കാണാതിരിക്കാൻ വേണ്ടി മുജാഹിദിന്റെ മൗലവിമാര് പാടുപെടുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഞാനിത് പരസ്യമായിട്ട് അങ്ങാടിയിൽ വെച്ചുകൊണ്ട് വായിക്കുകയാണ്. നിഷ്പക്ഷതയോടെ കാര്യങ്ങൾ വിലയിരുത്തണമെന്നും പഠിക്കണമെന്നും ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാനിത് സമർപ്പിക്കുകയാണ്. ഇതിനെപ്പറ്റി മുജാഹിദിന് എന്ത് പറയാനുണ്ട് എന്നൊരു ചോദ്യം അതിന്റെ അവസാനം ഞാൻ ചോദിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുകയാണ്. ഇതിന്റെ 21ാമത്തെ പേജ്. ജിന്നുകളോടുള്ള സഹായത്തേട്ടവും KJU ഫത്വയും ഡോക്ടർ KK സക്കരിയ സലാഹി ഇവിടെ പ്രസംഗിച്ചു പോയ ആ മൗലവിക്ക് പ്രസംഗം പഠിപ്പിച്ചു കൊടുത്തയാൾ, ഇവിടെ പ്രസംഗിച്ചു പോയ മൗലവിക്ക് ആശയം പഠിപ്പിച്ചു കൊടുത്തയാൾ, ഇവിടെ പ്രസംഗിച്ചു പോയ മൗലവിക്ക് പ്രസംഗത്തിന്റെ വിഷയം അറിയിച്ചു കൊടുത്തയാൾ സാക്ഷാൽ സക്കരിയ സലാഹി. അയാൾ പറയാണ്, എന്താ പറയുന്നത് അറിയോ?
വിജനമായ സ്ഥലത്ത് ഒരാൾ അകപ്പെട്ടു. ആ സ്ഥലത്ത് അകപ്പെട്ടിട്ട് ആരും സഹായമില്ലാതെ കുടുങ്ങി. ആ സമയത്ത് യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എന്നെ സഹായിക്കണമേ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു കൊള്ളട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിനെ പറ്റി പറയാം. എന്താണെന്നറിയോ, ഈ ഹദീസ് സഹീഹാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുൻകാല ഇമാമുകളുണ്ട്. അഹ്ലുസുന്നയുടെ ഇമാമായി ചരിത്രം വായിക്കുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിനുള്ള യാത്രക്കിടയിൽ വഴിതെറ്റിയപ്പോൾ യാ ഇബാദല്ലാഹ് ദുല്ലൂനി അലത്തരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി അറിയിച്ചു തരണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം വഴിയിൽ എത്തിച്ചേർന്നു എന്ന് തന്റെ മകൻ അബ്ദുല്ലാഹ് അദ്ദേഹത്തിന്റെ മസാഇൽ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് മരണം ഹിജ്റ 458 തന്റെ അൽ ആദാബ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുകയും പണ്ഡിതന്മാരിൽപ്പെട്ട സാലിഹീങ്ങളുടെ അടുക്കൽ ശരിയായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യപ്പെടുന്ന ഹദീസാണിതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം തബറാനി റഹിമഹുല്ലാഹ് തന്റെ അൽ മുഅ്ജമുൽ കബീറിലും ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ അൽ അദ്കാറിലും ഈ ഹദീസ് ഉദ്ധരിക്കുകയും ഇത് അനുഭവത്തിലൂടെ പരീക്ഷിച്ചറിഞ്ഞതാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്റെ ദിക്ർ ദുആകൾ സമാഹരിച്ച അൽ കലിമത്തു ത്വയ്യിബ എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം തന്റെ അൽ വാബിലുസ് സബിയ്യ എന്ന ഗ്രന്ഥത്തിലും ഇമാം ശൗക്കാനി തന്റെ തുഹ്ഫത്തുൽ ദാകിരീൻ എന്ന ഗ്രന്ഥത്തിലും ഇതുപോലെ മറ്റു പലരും ഈ ഹദീസ് ദിക്ർ ദുആകളുടെ കൂട്ടത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികളായ മുഹദ്ദിസുകളും തൗഹീദി പ്രസ്ഥാനത്തിന്റെ അനിഷേധ നേതാക്കളും അമൽ ചെയ്യുകയും സഹീഹായി കണ്ട് അമൽ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു ഹദീസാണിത്. കുടുങ്ങിയാല് യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എന്നെ സഹായിക്കണമേ. ഇത് മുൻഗാമികൾ അമൽ ചെയ്തതാണ്. അവരുടെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് അവർക്ക് ഫലം കിട്ടിയതുമാണ് എന്നിതാ ഡോക്ടർ സക്കരിയ സലാഹി ഈ പുസ്തകത്തിന്റെ 21, 22 പേജുകളിൽ എഴുതി വെച്ചു. നമ്മുടെ ചോദ്യം, ആ പ്രവർത്തിച്ച മുൻഗാമികളായ ഇമാമിയങ്ങൾ, സലഫ് സാലിഹീങ്ങളായ ഉലമാക്കൾ, അവരൊക്കെ മുശ്രിക്കീങ്ങളാണോ? അല്ലാഹു അല്ലാത്ത പടപ്പുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നല്ലേ ഈ മനുഷ്യൻ ഇവിടെ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്? ഞങ്ങളെ ചോദ്യം, എങ്കിൽ ഇത് ശിർക്കാണോ? ചോദ്യം ചോദിക്കാനാ? അല്ല, ചോദ്യം ചോദിക്കാനാണെങ്കിൽ പ്രവർത്തിരുന്നോളട്ടോ, ആർക്ക് വേണമെങ്കിലും. നിങ്ങൾ നോക്കൂ, ഒരു മുജാഹിദിന്റെ പ്രസംഗത്തിൽ എന്താ മാക്സിമം ഉള്ളത്? ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്, ഇതുകൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. എന്താണ്? ഈ അല്ലാഹു തആല മക്കയിലും മദീനയിലും ബിംബങ്ങളെ ആരാധിച്ചിരുന്ന അബൂജഹലുമാരെ തിരുത്താൻ വേണ്ടി, അവരുടെ വിഡ്ഢിത്തരം പറഞ്ഞുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണ് ആ ബിംബങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കുന്നത്? ആ ബിംബങ്ങൾ നിങ്ങൾ കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങളല്ലേ? ആ ബിംബങ്ങൾക്ക് ജീവനുണ്ടോ? ആ ബിംബങ്ങൾക്ക് കേൾവിയുണ്ടോ? ആ ബിംബങ്ങളിൽ നിന്ന് മറുപടിയുണ്ടോ? ആ ബിംബങ്ങൾ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, തറാഹും യൻദുറൂന ഇലൈക ഹും ലാ യുബ്സിറൂൻ. കാണുമ്പോ തോന്നും അവ നിന്നെ തുറിച്ചു നോക്കുകയാണ് എന്ന്. പക്ഷെ അവർക്ക് കണ്ണില്ല, അവയ്ക്ക് കാഴ്ചയില്ല എന്ന്. ബിംബങ്ങൾക്ക് കാഴ്ചയില്ല, ബിംബങ്ങൾ തുറിച്ചു നോക്കുന്നു, പക്ഷെ അവർക്ക് കാഴ്ചയില്ല. ബിംബങ്ങൾക്ക് കേൾവിയില്ല, ബിംബങ്ങൾക്ക് മറുപടിയില്ല. ബിംബങ്ങൾക്ക് നടക്കാൻ കാലുകളുണ്ടോ? ഇല്ല. ബിംബങ്ങൾക്ക് പിടിക്കാൻ കൈകളുണ്ടോ? ഖുർആൻ ചോദിക്കാം. ബിംബങ്ങൾക്ക് കാണാൻ കണ്ണുകളുണ്ടോ? ഖുർആൻ ചോദിക്കാം.
ബിംബങ്ങൾക്ക് കേൾക്കാൻ കാതുകളുണ്ടോ? ചിന്തിക്കാൻ ഹൃദയങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് നിങ്ങൾ ആ ബിംബത്തിന്റെ മുമ്പിൽ കുമ്പിടുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്. ഈ ചോദ്യവും ഔലിയാക്കളുടെ ബന്ധം. ഇവിടെ പ്രസംഗിച്ച മൗലവിയാവട്ടെ, കേരളത്തിലെ ഏതു കവലയിൽ പ്രസംഗിക്കുന്ന മൗലവിമാരാവട്ടെ, ഈ ബിംബത്തിന്റെ മുമ്പിൽ കുമ്പിടുന്ന ആളുകളോട് അതിന്റെ പേരിൽ എന്ത് കേൾവിയാണ്, കാഴ്ചയാണ്, അറിവാണ്, ചിന്തയാണ്, കേൾവിയാണ്, മറുപടിയാണ്, കയ്യാണ്, കാലാണ് എന്ന് അല്ലാഹു ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ അമ്പിയാക്കൾക്ക് ബാധകമാണോ? ഔലിയാക്കൾക്കാണോ? പോട്ടെ, ഇവിടെ ഈ ട്യൂബിന്റെ ചുറ്റിലും പാറിക്കളിക്കുന്ന ഈ പ്രാണികൾക്ക് ബാധകമാണോ? അത് ആണോ? അല്ല. എന്നിട്ട് ബിംബാരാധനയെ ചോദ്യം ചെയ്യുന്ന ആയത്തുകൾ എടുത്തുകൊണ്ട് മുജാഹിദിന്റെ സാധാരണക്കാരായ പ്രവർത്തകരുടെ മുമ്പിൽ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കാം. എന്തൊരു വിഡ്ഢിത്തരം! അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങൾ മാത്രമാണ് മുജാഹിദിന്റെ ആളുകളോട് നമ്മുടെ മുമ്പിൽ, മുജാഹിദിന്റെ ആളുകളോട് ഈ കൂട്ടിലങ്ങാടിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചത്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളായ മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ കാണുമ്പോൾ ചോദിക്കണം. മാതാപിതാക്കളുടെ പൊരുത്തം ആഗ്രഹിക്കൽ ശിർക്കാണോ? റസൂലുള്ളാഹിന്റെ പൊരുത്തം അത് ആഗ്രഹിക്കൽ ശിർക്കാണോ? ഇത് ചോദിക്കണം. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയായിരുന്നു എന്ന് പറഞ്ഞത് ശിർക്കാണോ? ചോദിക്കണം. നബിയുടെ വഫാത്ത് ദിനത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചത് കളവല്ലേ? നിങ്ങൾ ചോദിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അവർ ചിന്തിക്കും, ശരിയാണ്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് തെറ്റിപ്പോയ പ്രവർത്തകന്മാരെ തിരിച്ചുകൊണ്ടുവരാൻ നമ്മുടെ ദഅവത്തിന്റെ മാർഗം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.